സോ ഇന്നലെ ആ ഹോംവർക്ക് തന്നായിരുന്നു, എന്താ അവസ്ഥ? കുറച്ചധികം ആയി പോയോ? ഇല്ല, ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ സിമ്പിൾ ആണ്, അതായത് ഈ ക്വസ്റ്റ്യൻ പെട്ടെന്ന് കിട്ടും. MCQs എന്താ അവസ്ഥ? ചെയ്തായിരുന്നു? ഒരു ഉണ്ട് സർ 6 കൂടി കുറെയൊക്കെ. ചെയ്യാനുണ്ട്. ഇത് കിട്ടില്ല. ചെയ്തില്ല സർ, സത്യം. ഇത് ഇത് ചെയ്തില്ല. ചെയ്തിട്ടില്ല. ഇത് ചെയ്തിട്ടില്ല. MCQs MCQs കുറെ ട്രൈ ചെയ്തിട്ടുണ്ട്. ട്രൈ ചെയ്തിട്ടുണ്ട്. ട്രൈ എന്റെ ചെയ്തിട്ടില്ല, MCQല് ഒരു 5 കൂടി ചെയ്യാനുണ്ട് ലാസ്റ്റില്. 5 ബാക്കിയുണ്ടെന്നാ. അതെ. ഓക്കെ, അപ്പൊ ഇത് ചെയ്തിട്ടില്ല അല്ലെ? ഇത് സിമ്പിൾ ആണ്. ഇത് ചെയ്ത് ഇല്ല. ഇത് ചെയ്തിട്ടില്ല. അങ്ങനെയാണ് ആദ്യം നമുക്ക് ഇത് ഇത് ചെയ്തിട്ടില്ല. ആ ഫയലില് ലാസ്റ്റ് ആണ് ഈ ഒരു അതെ അതെ പ്രോബ്ലം. അത് ചെയ്യാൻ അതെ പറ്റില്ല. അതെ അവസാനമായതുകൊണ്ട് വിട്ടുപോയി. ഓക്കെ ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം ഈ ചെയ്ത ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് MCQലേക്ക് പോവാം. MCQ എല്ലാം സിമ്പിൾ അല്ല, ചിലതൊക്കെ ഒന്ന് ചിന്തിക്കാനുണ്ട്. വളരെ സിമ്പിൾ എന്ന് പറയാൻ പറ്റില്ല, സിമ്പിൾ ഉള്ളുണ്ട്. ഓക്കെ, സോ നമുക്ക് ആദ്യം നമ്മൾ ആക്ടിവിറ്റി റേഷ്യോസ് കഴിഞ്ഞ 3 ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ആക്ടിവിറ്റി റേഷ്യോസ് ഒന്ന് ഷോർട്ട് ആക്കിയിട്ട് നമ്മൾ ഇക്വേഷൻസ് മാത്രം ചെയ്യുക. അപ്പൊ നിങ്ങൾ ഒരു ഫ്രഷ് പേജ് എടുത്തോ, എന്നിട്ട് ആക്ടിവിറ്റി റേഷ്യോസിന് ഒരു ഹെഡിങ് കൊടുത്തു, എന്നിട്ട് ഇക്വേഷൻസ് നിങ്ങൾ പറഞ്ഞുതരാം. ഹെഡിങ് എഴുതിയിരുന്നോ? യെസ് സർ. ഓക്കെ, സോ നമ്മുടെ ഫസ്റ്റ് റേഷ്യോ എന്ന് പറയുന്നത് അക്കൗണ്ട്സ് റിസീവബിൾ ടേൺ ഓവർ റേഷ്യോ ആണ്. എങ്ങനെയാണ് അക്കൗണ്ട് റിസീവബിൾ ടേൺ ഓവർ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുക? ആ വരട്ടെ കേശൻ. നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് അതെ, ഡിവൈഡഡ് ബൈ ക്രെഡിറ്റ് സെയിൽസ് ആവറേജ് അക്കൗണ്ട് റിസീവബിൾ. ക്രെഡിറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ ആവറേജ് അക്കൗണ്ട് റിസീവബിൾ. അക്കൗണ്ട് റിസീവബിൾ നമ്മൾ സെയിൽസ് ഒക്കെ യൂസ് ചെയ്യണത്, സെയിൽസും പർച്ചേസ് ഒക്കെ നമ്മളിപ്പോഴും നെറ്റ് ആയിരിക്കണം യൂസ് ചെയ്യുന്നത്. പക്ഷെ അക്കൗണ്ട് റിസീവബിൾ യൂസ് ചെയ്യുന്നത് നമ്മളിപ്പോഴും ഗ്രോസ് ആയിരിക്കണം. ഓക്കെ, എന്താണ് അക്കൗണ്ട് റിസീവബിൾ ഗ്രോസും നെറ്റ് എന്ന് പറഞ്ഞാൽ? അക്കൗണ്ട് റിസീവബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടാനുള്ള കംപ്ലീറ്റ് എമൗണ്ട്. അത് നെറ്റ് എപ്പോഴാവാന്ന് വെച്ചാൽ മൈനസ് ബാഡ് ഡെപ്റ്റിന്റെ എന്തെങ്കിലും പ്രൊവിഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിലാണ്. ബാഡ് ഡെപ്റ്റിന്റെ എന്തെങ്കിലും കാര്യങ്ങൾ വന്നാലാണ് അത് ലെസ് ചെയ്തിട്ട് നമ്മൾ നെറ്റ് അക്കൗണ്ട് റിസീവബിൾ ആവും. ഓക്കെ, പക്ഷെ നമ്മൾ ഫിനാൻസ് റേഷ്യോ അനാലിസിസ് നമ്മൾ യൂസ് ചെയ്യുന്നത് നെറ്റ് അക്കൗണ്ട് റിസീവബിൾ അല്ല, ഗ്രോസ് അക്കൗണ്ട് റിസീവബിൾ ആണ്. കാരണം ബാഡ് ഡെപ്റ്റിന്റെ എന്തെങ്കിലും കേസ് ഉണ്ടെങ്കിലും അത് നമുക്ക് ലെസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, സോ നമ്മുടെ അക്കൗണ്ട് റിസീവബിൾ ടേൺ ഓവർ റേഷ്യോ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യേണ്ടത് ക്രെഡിറ്റ് സെയിൽസ്, നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് ഡിവൈഡ് ബൈ ആവറേജ് ഗ്രോസ് അക്കൗണ്ട് റിസീവബിൾ. ആവറേജ് ഗ്രോസ് അക്കൗണ്ട്സ് റിസീവബിൾ. ഓക്കെ, ഇനി ആവറേജ് അക്കൗണ്ട് റിസീവബിൾ കിട്ടാൻ വേണ്ടിയിട്ട് ബിഗിനിങ് പ്ലസ് എൻഡിങ് ഡിവൈഡ് ബൈ 2. ഓക്കെ, ഈ രീതിയിലാണ് നമ്മൾ അക്കൗണ്ട് റിസീവബിൾ ടേൺ ഓവർ റേഷ്യോ ചെയ്യുന്നത്. ഇനി നമ്മൾ ഡേയ്സ് ഇൻ അക്കൗണ്ട് റിസീവബിൾ, ഡേയ്സ് ഇൻ അക്കൗണ്ട് റിസീവബിൾ പറഞ്ഞ ഡേയ്സ് ഇൻ അക്കൗണ്ട് റിസീവബിൾ കാണാൻ വേണ്ടി എനിക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നാമത്തത് 365 divided by 365 ഡിവൈഡഡ് ബൈ average account turnover ratio. ആവറേജ് Account receivable turnover ratio. 365 ഡിവൈഡ് ബൈ അക്കൗണ്ട്സ് റിസീവബിൾ ടേൺ ഓവർ റേഷ്യോ. അല്ലെങ്കിൽ നമുക്ക് വേറെ രീതിയിലും ചെയ്യാം. Average account receivable divided അതെ, ആവറേജ് അക്കൗണ്ട് റിസീവബിൾ ഡിവൈഡഡ് ബൈ ക്രെഡിറ്റ് സെയിൽസ് പെർ ഡേ. sales per day. സെയിൽസ് പെർ ഡേ, ടോട്ടൽ സെയിൽസിന് ഡിവൈഡ് ബൈ 365 ചെയ്താൽ ഈ ഒരു സാധനം കിട്ടും. ഈ ഒരു റേഷ്യോന്റെ റെസിപ്രോക്കൽ ആയിട്ടാണ് അത്. രണ്ടിൽ ചെയ്താലും സെയിം ആൻസർ കിട്ടാം, ഏതിലായാലും നമുക്ക് ആൻസർ കിട്ടിയാൽ മതി. ഇനി സോ അക്കൗണ്ട് റിസീവബിളിലെ രണ്ട് റേഷ്യോസ് നമ്മൾ ലിസ്റ്റ് ചെയ്ത്, ഇനി സെക്കൻഡ് ഇൻവെന്ററി. ഓക്കെ, സോ ആദ്യം നമ്മൾ ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോയിലേക്ക് വെച്ചത്. ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ ഷോർട്ടാക്കി ഞാൻ ITR വിളിച്ചു. വരട്ടെ ഇക്വേഷൻ വരട്ടെ. ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? Cost of goods sold കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിവൈഡഡ് ബൈ divided by average inventory.
ആവറേജ് ഇൻവെന്ററി. ആവറേജ് ഇൻവെന്ററി കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ബിഗിനിങ് എഴുതട്ടെ സർ? അല്ല ലാസ്റ്റ് ചെയ്താൽ ബിഗിനിങ് ഇൻവെന്ററി പ്ലസ് എൻഡിങ് ഇൻവെന്ററി ഡിവൈഡ് ബൈ 2. നിങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞത് ഈ ഇൻവെന്ററി ഡേയ്സ് കിട്ടാൻ വേണ്ടിയിട്ട് ഡേയ്സ് ഇൻ ഇൻവെന്ററി കിട്ടാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? 365 divided by 365 ഡിവൈഡ് ബൈ average inventory turnover ratio. അല്ലല്ല ആവറേജ് അല്ല, Sorry, ഇൻവെന്ററി ടേണോവർ റേഷ്യോ. inventory turnover ratio. ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ. അല്ലെങ്കിൽ നമുക്ക് വേറൊരു വഴി വേണ്ടിയിട്ട് ഫോർ നമുക്ക് ആവറേജ് ഇൻവെന്ററി ഡിവൈഡഡ് ബൈ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പെർ ഡേ അല്ലെ. നമ്മുടെ ടോട്ടൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിവൈഡ് ബൈ 365 ചെയ്താൽ ഈക്വേഷനിലും നമുക്ക് ഡേയ്സ് ഇൻ ഇൻവെന്ററി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അക്കൗണ്ട് റിസീവബിൾ ആയി, ഇൻവെന്ററി ആയി, ഇനി അക്കൗണ്ട്സ് പേയബിൾ. ഒരു സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യണം. ഓക്കെ, സോ അക്കൗണ്ട്സ് റിസീവബിൾ ആയി, ഇൻവെന്ററി ആരാധന നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. നമ്മൾ ആക്ടിവിറ്റി റേഷ്യോസിൽ പഠിച്ച 10 റേഷ്യോസ് ജസ്റ്റ് ഒന്ന് ലിസ്റ്റ് ചെയ്യാണ്. ഓക്കെ, ഇക്വേഷൻ മാത്രം ഇതാണ്. ഇപ്പൊ എഴുതണ്ട, ഇവിടെ ശ്രദ്ധിച്ചാൽ മതി, എനിക്ക് പറഞ്ഞാൽ മതി. ഇനി അക്കൗണ്ട്സ് പേയബിളിലേക്ക് പോകുന്നതിന് മുന്നേ അക്കൗണ്ട്സ് പേയബിൾ ടേൺ ഓവർ റേഷ്യോ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് പർച്ചേസ് എത്രയാണെന്ന് അറിയാം, അതായത് ക്രെഡിറ്റ് പർച്ചേസ് എത്രയാണെന്ന് അറിയാം. സോ ഞാൻ ആദ്യം പർച്ചേസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ കൂടെ എഴുതുന്നുണ്ട്. പർച്ചേസ് എങ്ങനെയാക്കി പർച്ചേസ് കിട്ടാം? പർച്ചേസ് എത്രയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പ്ലസ് ഓപ്പണിംഗ് പർച്ചേസ് പ്ലസ് ഓപ്പണിംഗ് ആണോ? അല്ല, closing plus ക്ലോസിംഗ് closing. ക്ലോസിംഗ് മൈനസ് ഓപ്പണിംഗ്. കോസ്റ്റ് ഓഫ് ഗുഡ്സിലേക്ക് നമ്മൾ ക്ലോസിംഗ് ഇൻവെന്ററി ആഡ് ചെയ്യുന്നു, എന്നിട്ട് ഓപ്പണിംഗ് ഇൻവെന്ററി ലെസ് ചെയ്യുന്നു. ഇങ്ങനെ ചെയ്താലാണ് നമുക്ക് പർച്ചേസ് കിട്ടുക. ഈ പർച്ചേസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അക്കൗണ്ട്സ് പേയബിൾ ടേൺ ഓവർ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അക്കൗണ്ട്സ് പേയബിൾ ടേൺ ഓവർ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരട്ടെ എഡ്യൂക്കേഷൻ വരട്ടെ. അക്കൗണ്ട്സ് പേയബിൾ ടേൺ ഓവർ റേഷ്യോ ഈസ് ഈക്വൽ ടു Annual credit purchase ആനുവൽ ക്രെഡിറ്റ് പർച്ചേസ് divided by average accounts payable. അതെ, ആവറേജ് അക്കൗണ്ട്സ് പേയബിൾ. ഇനി ഡേയ്സ് ഇൻ അക്കൗണ്ട്സ് പേയബിൾ കിട്ടാൻ വേണ്ടിയിട്ട് ഡേയ്സ് ഇൻ അക്കൗണ്ട്സ് പേയബിൾ കിട്ടാൻ വേണ്ടിയിട്ട് ആരാധന മ്യൂട്ടാണ്. 5 divided by accounts payable turnover ratio. ആരാധന MCQ ചെയ്തായിരുന്നോ? ചെയ്തു. ഇന്ന് വരാൻ കുറച്ച് വൈകി വീട്ടിലേക്ക്, അപ്പൊ ലാസ്റ്റ് 5 or 6 ക്വസ്റ്റ്യൻ ചെയ്തില്ല, ബാക്കിയെല്ലാം ചെയ്തു. ഓക്കെ, ഡേയ്സ് ഇൻ അക്കൗണ്ട്സ് പേയബിൾ കാണാൻ വേണ്ടിയിട്ട് 365 ഡിവൈഡ് ബൈ അക്കൗണ്ട്സ് പേയബിൾ ടേൺ ഓവർ റേഷ്യോ ചെയ്താൽ മതി. അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? ആവറേജ് അക്കൗണ്ട്സ് പേയബിൾ ഡിവൈഡഡ് ബൈ ആവറേജ് ഡെയിലി ക്രെഡിറ്റ് പർച്ചേസ് ക്രെഡിറ്റ് പർച്ചേസ് പെർ ഡേ. അതെ, ക്രെഡിറ്റ് പർച്ചേസ് പെർ ഡേ. ഓക്കെ, സോ 1 2 3 4 5 6 7 6 പർച്ചേസും കൂടി ഉണ്ട്. ഇനി നമ്മൾ ഓപ്പറേറ്റിംഗ് സൈഡ്
ഓപ്പറേറ്റിംഗ് സൈക്കിൾ. ഓപ്പറേറ്റിംഗ് സൈക്കിൾ ഞാൻ ബ്രാക്കറ്റിൽ OC ചെയ്യുന്നുണ്ട്. ഓപ്പറേറ്റിംഗ് സൈക്കിൾ കിട്ടാൻ വേണ്ടിയിട്ട് വരട്ടെ. ഓപ്പറേറ്റിംഗ് സൈക്കിൾ ഇസ് ഈക്വൽ ടു കേട്ടില്ല. Inventory days ഇൻവെന്ററി ഡേയ്സോ plus accounts receivable days. അതെ, ഡേയ്സ് ഇൻ ഇൻവെന്ററി അല്ലെങ്കിൽ ഇൻവെന്ററി ഡേയ്സ് പ്ലസ് ഡേയ്സ് ഇൻ അക്കൗണ്ട് റിസീവബിൾ. അല്ലെ, നമ്മൾ സാധനം വാങ്ങിയിട്ട് എത്ര ദിവസം എടുത്തിട്ടാണ് കസ്റ്റമറിന് സെല് ചെയ്തിട്ട് എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് ക്യാഷ് കളക്ട് ചെയ്തത്, ഈ ഒരു എൻറ്റയർ പ്രോസസ്സ് കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ട് എത്ര ദിവസം എടുക്കും, ഇതാണ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ. ഇനി ക്യാഷ് സൈക്കിൾ അഥവാ Operating cycle minus അതെ, ഓപ്പറേറ്റിംഗ് സൈക്കിൾ accounts payable days. അക്കൗണ്ട്സ് പേബിൾ. Days in accounts payable days. അതെ, ഓപ്പറേറ്റിംഗ് സൈക്കിളിന് ഡേയ്സ് ഇൻ അക്കൗണ്ട്സ് പേയബിൾ ലെസ് ചെയ്താൽ നമുക്ക് ഇത് ക്യാഷ് സൈക്കിളിലേക്ക് എത്താൻ പറ്റും. അതായത് ഡേയ്സ് ഇൻ ഇൻവെന്ററി പ്ലസ് ഡേയ്സ് ഇൻ അക്കൗണ്ട് റിസീവബിൾ മൈനസ് ഡേയ്സ് ഇൻ അക്കൗണ്ട്സ് പേയബിൾ. അതിനെ ഇത് രണ്ടും കൂടി ഞാൻ കോമൺ ആക്കിയിട്ട് ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്ന് വിളിച്ചു. സോ സിമ്പിൾ ആയിട്ട് ഓപ്പറേറ്റിംഗ് സൈക്കിൾ മൈനസ് അക്കൗണ്ട്സ് പേയബിൾ. ഓക്കെ, ഇനി രണ്ട് റേഷ്യോസ് കൂടി നമ്മൾ പഠിച്ചില്ലേ ഇന്നലെ ലാസ്റ്റ് പഠിച്ച വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോട്ടൽ അസറ്റ് ടേൺ ഓവർ റേഷ്യോ. ഷോർട്ട് ആക്കിയിട്ട് TATR എന്ന് വിളിച്ചിട്ടുണ്ട്. ടോട്ടൽ അസറ്റ് ടേൺ ഓവർ റേഷ്യോ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? വരട്ടെ. ടോട്ടൽ അസറ്റ് ടേൺ ഓവർ റേഷ്യോ ഈസ് ഈക്വൽ ടു Sales divided by Average average total total assets. ടോട്ടൽ അസറ്റ്. Total ഇനി assets. അതുപോലെ തന്നെ ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ ഉണ്ട്. ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ കിട്ടാൻ വേണ്ടിയിട്ട് Sales divided Sales average divided by fixed assets. ആവറേജ് ഫിക്സഡ് അസറ്റ്. ഓക്കെ, സോ മൊത്തം 10 റേഷ്യോസ്. ഈ പർച്ചേസും കൂടി വേണം. 11 ഐറ്റംസ് ഉണ്ടാവും. സോ നിങ്ങളൊരു ഫ്രഷ് പേജ് എടുത്തിട്ട് ആക്ടിവിറ്റി റേഷ്യോസിന് ഹെഡിങ് ചെയ്താൽ ഓരോന്നും നല്ല വൃത്തിക്ക്, ഞാൻ എഴുതിയ വലിയ വൃത്തിയില്ല, ഓക്കെ, നല്ലൊരു വൃത്തിക്ക് എഴുതിക്കും. ഇത് നോക്കിക്കോ. പക്ഷെ ഓരോ ഇക്വേഷൻ എഴുതുമ്പോൾ നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് ബൈഹാർട്ട് ആയിരിക്കണം, എന്നാലേ MCQ ചെയ്യുമ്പോൾ നമുക്ക് സ്പീഡ് കിട്ടും.
സാർ ഒന്ന് സൂം ഔട്ട് ചെയ്യാം, മേലത്തൊന്ന് എഴുതാനായിട്ട് വരും. കഴിഞ്ഞാലൊന്ന് പറയാം. സാർ കഴിഞ്ഞു. ഓക്കെ, എല്ലാവരും കഴിഞ്ഞോ? ആരാക്കാം? ഓക്കെ, ശരിക്കും കഴിഞ്ഞോ? ആരാക്കാം? കഴിഞ്ഞു സർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, വളരെ സിമ്പിളാണ്. ബിഗിനിങ് ഇൻവെന്ററി തന്നിട്ടുണ്ട്, ക്ലോസിംഗ് ഇൻവെന്ററി തന്നിട്ടുണ്ട്, ബിഗിനിങ് അക്കൗണ്ട് റിസീവബിൾ, ക്ലോസിംഗ് അക്കൗണ്ട് റിസീവബിൾ തന്നിട്ടുണ്ട്, ബിഗിനിങ് അക്കൗണ്ട് പേയബിൾ, ക്ലോസിംഗ് അക്കൗണ്ട് പേയബിൾ തന്നിട്ടുണ്ട്, സെയിൽസ് തന്നിട്ടുണ്ട്. 20% ക്യാഷ് സെയിൽസ് ആണ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് സെയിൽസിന്റെ 70% ആണ്. ഒരു വർഷത്തിൽ 360 ദിവസം. അങ്ങനെയാണെങ്കിൽ അക്കൗണ്ട് റിസീവബിൾ കാൽക്കുലേറ്റ് ചെയ്യുക, അക്കൗണ്ട് റിസീവബിൾ ടേൺ ഓവർ റേഷ്യോ ക്വസ്റ്റ്യൻ കാൽക്കുലേറ്റ് എഴുതണം ചെയ്യുക. സർ. ആ ക്വസ്റ്റ്യൻ ഇങ്ങനത്തെ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ഞാൻ എഴുതി തരുന്ന ക്വസ്റ്റ്യൻസിനുള്ളിലേക്ക് എഴുതിക്കോ. MCQ നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതിയാൽ മതി. ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടിട്ട് ഗ്രൂപ്പിൽ ഉണ്ടാവുമല്ലോ ഫോണിൽ, MCQ നമ്പർ ഇട്ടിട്ട് ആ ക്വസ്റ്റ്യൻ ഒരു 1 ലൈൻ മാത്രം എഴുതിയാൽ മതി. ഇങ്ങനത്തെ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസിനുള്ളിലേക്ക് എഴുതി. അക്കൗണ്ട് റിസീവബിൾ ടേൺ ഓവർ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുക. ഡേയ്സ് ഇൻ അക്കൗണ്ട് റിസീവബിൾ, ഡേയ്സ് ഇൻ അക്കൗണ്ട് റിസീവബിൾ 360 ഡിവൈഡഡ് ബൈ അക്കൗണ്ട് റിസീവബിൾ ടേൺ ഓവർ റേഷ്യോ, അത് മാത്രം മതി. ഇപ്പൊ നമ്മൾ രണ്ട് രീതിയിൽ പഠിച്ചല്ലോ. ആവറേജ് അക്കൗണ്ട് റിസീവബിൾ ഡിവൈഡ് ബൈ ക്രെഡിറ്റ് സെയിൽസ് പെർ ഡേ, അത് വേണം. ഏതെങ്കിലും ഒന്ന് മതി, നമുക്ക് ഡേയ്സ് കിട്ടിയാൽ മതി. അങ്ങനെ തന്നെ ITR, ഡേയ്സ് ഇൻ ഇൻവെന്ററി, പർച്ചേസ് കണ്ടുപിടിക്കുക, അക്കൗണ്ട്സ് പേബിൾ ടേൺ ഓവർ റേഷ്യോ, ഡേയ്സ് ഇൻ അക്കൗണ്ട്സ് പേബിൾ, പിന്നെ ഓപ്പറേറ്റിംഗ് സൈക്കിളും ക്യാഷ് സൈക്കിളും. നിങ്ങൾക്ക് ഡേയ്സ് ഇൻ അക്കൗണ്ട് റിസീവബിൾ ഇവിടെ കണ്ടുപിടിക്കുമ്പോൾ അത് കിട്ടി, ഡേയ്സ് ഇൻ ഇൻവെന്ററി കിട്ടുന്നുണ്ട്, ഡേയ്സ് ഇൻ അക്കൗണ്ട്സ് പേബിൾ കിട്ടുന്നുണ്ട്. ഈ 3 ഡേയ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് ഓപ്പറേറ്റിംഗ് സൈക്കിളും ക്യാഷ് സൈക്കിളും കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഓവർ സമയം എടുക്കണ്ട, ഒന്ന് പെട്ടെന്ന് ചെയ്യും. ക്വസ്റ്റ്യൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു.
ആരാധന ഇന്നലെ ഗ്രൂപ്പിലിട്ടൊക്കെ ഇത് ചെയ്തിട്ടില്ലല്ലോ. ആ കുഴപ്പമില്ലാട്ടോ. ഗ്രൂപ്പിലിട്ടത് ചെയ്തു. അല്ല, അവസാനത്തെ ക്വസ്റ്റ്യൻ ഇല്ലേ? അവസാനത്തെ ക്വസ്റ്റ്യൻ അല്ലേ ഇത്? ആ അവിടെ എത്തിയിട്ടില്ല. ആ, എന്നാ ചെയ്തു ചെയ്തു. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഒരു കോംപ്ലിക്കേഷനും ഇല്ല. ജസ്റ്റ് ഇക്വേഷൻ ഇടാം, കണ്ടുപിടിക്കുക, അത്രേ ഉള്ളൂ. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നിങ്ങൾക്ക് ഇതിലത്ത് കിട്ടും. ബിഗിനിങ് ഇൻവെന്ററി ഉണ്ട്, ക്ലോസിംഗ് ഇൻവെന്ററി ഉണ്ട്. അത് മൂന്നും യൂസ് ചെയ്തിട്ട് പർച്ചേസ് കണ്ടുപിടിക്കാൻ പറ്റും.
കഴിഞ്ഞാൽ പറയട്ടോ. കഴിഞ്ഞു സർ. ആരാധന കഴിഞ്ഞോ? എല്ലാം കിട്ടിയില്ലേ? സിമ്പിൾ അല്ലേ? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത് ചെയ്തിട്ട് MCQ പോകുമ്പോൾ ഒരു സ്പീഡ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. എന്തെങ്കിലും കിട്ടും എന്നാലും. കഴിഞ്ഞായിരുന്നു. ഓക്കെ. സോ അക്കൗണ്ട് റിസീവബിൾ ടേൺ ഓവർ റേഷ്യോ എത്ര കിട്ടി? അക്കൗണ്ട് റിസീവബിൾ ടേൺ ഓവർ റേഷ്യോ എത്ര കിട്ടി? 11.42. 9.4. ശരിയാണ്. അക്കൗണ്ട് റിസീവബിൾ കാൽക്കുലേറ്റ് ചെയ്യാണ് നമുക്ക് സെയിൽസ് മൊത്തം ക്യാഷ് സെയിൽസ് അല്ല, മൊത്തം ക്രെഡിറ്റ് സെയിൽസ് അല്ല, 20% ക്യാഷ് സെയിൽസ് ഉണ്ട്. സോ 80% ആയിരിക്കും ക്രെഡിറ്റ് സെയിൽസ് അല്ലേ? ക്രെഡിറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ ആവറേജ് അക്കൗണ്ട് റിസീവബിൾ. ആവറേജ് അക്കൗണ്ട് റിസീവബിൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. 30,000 ഉണ്ട്, 40,000 ഉണ്ട്. സോ ആവറേജ് എന്ന് പറയുന്നത് 35,000 ആയിരിക്കും. ഓക്കെ. ഇവിടെ 5 lakh ആണ് ടോട്ടൽ സെയിൽസ്. അതിന്റെ 20% ക്യാഷ് സെയിൽസ് ലെസ് ചെയ്താൽ 4 lakh കിട്ടും. അല്ലെങ്കിൽ ഡയറക്റ്റ് 5 lakhന്റെ 80% ക്രെഡിറ്റ് സെയിൽസ് എടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ 4 lakh ആണ് നമ്മുടെ ക്രെഡിറ്റ് സെയിൽസ് ഡിവൈഡ് ബൈ ആവറേജ് അക്കൗണ്ട് റിസീവബിൾ 35,000 ആണ്. അങ്ങനെയാണെങ്കിൽ 4 lakh ഡിവൈഡ് ബൈ 35,000 ചെയ്താൽ 11.42 സംതിങ് കിട്ടും അല്ലേ? 11.42 സംതിങ്. അക്കൗണ്ട് റിസീവബിൾ ടേൺ ഓവർ റേഷ്യോ എന്ന് പറഞ്ഞാൽ 11.42 ആണ്. ഇനി ഡേയ്സ് ഇൻ അക്കൗണ്ട് റിസീവബിൾ ഇവിടെ 306 ദിവസമാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഡേയ്സ് ഇൻ അക്കൗണ്ട് റിസീവബിൾ കാണാൻ വേണ്ടിയിട്ട് 360 ഡിവൈഡ് ബൈ അക്കൗണ്ട് റിസീവബിൾ ടേൺ ഓവർ റേഷ്യോ, അതായത് 360 ഡിവൈഡ് ബൈ 11.42. നമ്മൾ കംപ്ലീറ്റ് പോയിന്റ് എടുക്കുന്നില്ല, നിങ്ങൾ എടുത്തിട്ടുണ്ടോ അറിയില്ല. ഞാൻ കംപ്ലീറ്റ് പോയിന്റ് എടുക്കുന്നുണ്ട്. ഞാൻ MRC യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. 360 ഡിവൈഡ് ബൈ MRC ചെയ്താൽ 31.5 ഡേയ്സ് കിട്ടും. 31.5 ചെറിയ പോയിന്റ് പ്രശ്നമല്ല. 31 സംതിങ് കിട്ടിയാൽ 31 ആയാലും കുഴപ്പമില്ല. സോ 31.5 ഡേയ്സ് ആണ് നമ്മളെ അക്കൗണ്ട് റിസീവബിൾ ഡേയ്സ്. 31.5 ഡേയ്സ്. ഇനി ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ. ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ കിട്ടാൻ വേണ്ടിയിട്ട് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിവൈഡ് ബൈ ആവറേജ് ഇൻവെന്ററി ചെയ്താൽ മതി. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് സെയിൽസിന്റെ 70% ആണ് പറഞ്ഞിട്ടുള്ളത്. ആവറേജ് ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ ഇസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിവൈഡ് ബൈ ആവറേജ് ഇൻവെന്ററി. ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ നല്ല കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ടോട്ടൽ സെയിൽസിന് 70% എന്ന് പറഞ്ഞത്. ടോട്ടൽ സെയിൽസ് 5 lakh ആണെങ്കിൽ 70% എന്ന് പറഞ്ഞാൽ 5 lakh into 70%, 3,50,000 ആണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. 3,50,000 ആണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിവൈഡ് ബൈ ആവറേജ് ഇൻവെന്ററി. ഇവിടെ 40,000 ബിഗിനിങ്ങും എൻഡിങ്ങിൽ 60,000. അങ്ങനെയാണ് ടോട്ടൽ 1 lakh ഡിവൈഡ് ബൈ 2 50,000. 50,000 ആണ്, 50K ആണ് ആവറേജ് ഇൻവെന്ററി. 50K. സോ നമ്മുടെ ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ എന്നുള്ളത് 7 ടൈംസ് ആയിരിക്കും അല്ലെ? 7 ടൈംസ്. ഇനി ഇൻവെന്ററി ഡേയ്സ്, ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോന്റെ ഡേയ്സ് ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ 360 ഡിവൈഡഡ് ബൈ ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ, അതായത് 360 ഡിവൈഡ് ബൈ 7. 51.42 ഡേയ്സ്. ഡേയ്സ് ഇൻവെന്ററി നമുക്ക് കിട്ടി 51.42 ഡേയ്സ്. ഓക്കെ. ഇനി 5th വൺ പർച്ചേസ് എത്ര എന്നാണ് ചോദിച്ചത്. പർച്ചേസ് എങ്ങനെ കണ്ടുപിടിക്കുക ആരാധന?
കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പ്ലസ് ക്ലോസിംഗ് ഇൻവെന്ററി മൈനസ് മൈനസ് ഓപ്പണിംഗ് ഓപ്പണിംഗ്. ഇൻവെന്ററി. ഫിഫ്ത്ത് വൺ പർച്ചേസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പർച്ചേസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പ്ലസ് ഓപ്പണിംഗ് ഇൻവെന്ററി അല്ല ക്ലോസിംഗ് ഇൻവെന്ററി മൈനസ് ഓപ്പണിംഗ് ഇൻവെന്ററി. ഇതാ ഇവിടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് 3,50,000 ആണ്. ടോട്ടൽ സെയിൽസിന്റെ 70%. അതിലേക്ക് ഞാൻ ക്ലോസിംഗ് ഇൻവെന്ററി ആയിട്ടുള്ള 60,000 ആഡ് ചെയ്യുന്നു. മൈനസ് ഇൻവെന്ററി ബിഗിനിങ് ഇൻവെന്ററി ആയിട്ടുള്ള 40,000 ലെസ് ചെയ്യുന്നു. അതായത് ഈ 20,000 ഇതിന്റെ ഡിഫറൻസിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. 3,70,000 ആണ് വരാം. 3,70,000 3,70,000 ആണ് നമ്മൾ പർച്ചേസ്. ഇനി പർച്ചേസ് 3,70,000 ആണ്. ഇനി നമുക്ക് അക്കൗണ്ട്സ് പേബിൾ ടേൺ ഓവർ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രെഡിറ്റ് പർച്ചേസ് മൊത്തം ക്രെഡിറ്റ് ആണെന്നാണ് അസ്യൂം ചെയ്യുന്നത്. ക്രെഡിറ്റ് പർച്ചേസ് ഡിവൈഡഡ് ബൈ ആവറേജ് അക്കൗണ്ട്സ് പേബിൾ. ക്രെഡിറ്റ് പർച്ചേസ് 3,70,000 ആണ്. 3,70,000 ഡിവൈഡഡ് ബൈ ആവറേജ് അക്കൗണ്ട്സ് പേബിൾ എന്ന് പറഞ്ഞാൽ 25,000 പ്ലസ് 35,000 ഡിവൈഡ് ബൈ 2. അതായത് 30 പ്ലസ് 60,000 ഡിവൈഡ് ബൈ 2 അങ്ങനെ ചെയ്താൽ 30,000 ആണ് നമ്മുടെ ആവറേജ് അക്കൗണ്ട്സ് പേബിൾ. ഓക്കെ, 3,70,000 ഡിവൈഡ് ബൈ 30,000 ചെയ്താൽ 12.33 ടൈംസ് ആണ്. 12.33 ടൈംസ് ആണ് നമ്മുടെ അക്കൗണ്ട്സ് പേബിൾ ടേൺ ഓവർ റേഷ്യോ. 12.33 ടൈംസ്. ഇനി ഡേയ്സ് അക്കൗണ്ട്സ് പേബിൾ 360 ഡിവൈഡഡ് ബൈ അക്കൗണ്ട്സ് പേബിൾ ടേൺ ഓവർ റേഷ്യോ. അതായത് 360 ഡിവൈഡഡ് ബൈ 12.33. ഞാൻ മൊത്തം പോയിന്റ് എടുക്കുന്നുണ്ട്. 360 ഡിവൈഡ് ബൈ 12.33 2 പോയിന്റ് എടുത്തിട്ടുള്ളൂ. 29 ഡേയ്സ് ആണ്. 29.19 ഡേയ്സ് ആണ് നമ്മുടെ അക്കൗണ്ട്സ് പേബിൾ ഡേയ്സ്. 29.19 ഡേയ്സ്. ഓക്കെ, ഇനി ഓപ്പറേറ്റിംഗ് സൈക്കിളും ക്യാഷ് സൈക്കിളും കൂടി മതി. ഓപ്പറേറ്റിംഗ് സൈക്കിൾ എത്ര കിട്ടി? 82.94. 83. ക്യാഷ് സൈക്കിള് 70.61. ക്യാഷ് സൈക്കിൾ എത്ര കിട്ടി? 70.61. 54. 70 എങ്ങനെ കിട്ടി? 54 ആണ്. 53 ആണോ? 53 53 പോയിന്റ് സംതിങ്, അതായത് 53 or 54. ഓക്കെ, 53.8. 53.8 54 ആയാലും പ്രശ്നമില്ല. അത് നമ്മൾ അക്കൗണ്ട്സ് റിസീവബിൾ ടേൺ ഓവർ റേഷ്യോ തന്നെ കംപ്ലീറ്റ് പോയിന്റ് എടുക്കുന്നതിനനുസരിച്ചിരിക്കും നമ്മുടെ എക്സാക്ട് ആൻസർ. 3.75. എവിടെ തെറ്റിപ്പോയി? അത് അക്കൗണ്ട്സ് റിസീവബിൾ എടുത്തു. ഓക്കെ, ടേൺ ഓവർ റേഷ്യോ എടുത്തു. ഓപ്പറേറ്റിംഗ് സൈക്കിൾ കിട്ടാൻ വേണ്ടിയിട്ട് ഡേയ്സ് ഇൻ ഇൻവെന്ററി പ്ലസ് ഡേയ്സ് ഇൻ അക്കൗണ്ട്സ് റിസീവബിൾ ചെയ്താൽ മതി. അതായത് ഇവിടെ ഡേയ്സ് ഇൻ ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ 51.42 ഡേയ്സ് ആണ്. 51.42 ഡേയ്സ് പ്ലസ് അക്കൗണ്ട് റിസീവബിളിന്റെ ഡേയ്സ്. അക്കൗണ്ട് റിസീവബിൾ ഡേയ്സ് എന്ന് പറഞ്ഞാൽ 31.5 ഡേയ്സ്. 31.5 ഡേയ്സ്. 51.42 പ്ലസ് 31.5 82.9. 82.9 ചെറിയ പോയിന്റ്സ് ഡിഫറെന്റ് കുഴപ്പമില്ല. 82 സംതിങ് കിട്ടിയാൽ മതി. 82.92 ഡേയ്സ് ആണ് നമ്മുടെ ഓപ്പറേറ്റിംഗ് സൈക്കിൾ. ഇനി ക്യാഷ് സൈക്കിൾ കിട്ടാൻ വേണ്ടിയിട്ട് ഈ 82.92 ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് സൈക്കിളിൽ നിന്നും ഡേയ്സ് ഇൻ അക്കൗണ്ട്സ് പേബിൾ ലെസ് ചെയ്താണ്. ഡേയ്സ് ഇൻ അക്കൗണ്ട്സ് പേബിൾ അതായത് 82.92 നിന്നും ഡേയ്സ് ഇൻ അക്കൗണ്ട്സ് പേബിൾ ആയിട്ടുള്ള 29.19 ലെസ് ചെയ്താണ്. മൈനസ് 29.19 53.73 53.89 എന്ത് കിട്ടിയാലും കുഴപ്പമില്ല. 53 സംതിങ് കിട്ടിയാൽ മതി. 53 ഡേയ്സ് ആണ് എനിക്ക് കിട്ടിയത്. 53.73 ആണ്. നമ്മളെടുത്ത പോയിന്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സോ ക്യാഷ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ 53.73 ആണ്. ഇങ്ങനെ തന്നെ എല്ലാവർക്കും കിട്ടി. സിമ്പിൾ അല്ല, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇനി നമുക്ക് MCQ പോവാം. വിസിബിൾ ആണോ PDF? സോ ഞാൻ അയച്ച ഓർഡർ ആയിരിക്കില്ല ഇതില്. ആദ്യ ഓർഡർ തന്നെ പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 95th ക്വസ്റ്റ്യൻ ആണ്. 95th ക്വസ്റ്റ്യൻ. ഇതിൽ ചിലത് വളരെ സിമ്പിൾ ആണ്. നമ്മളിപ്പം ചെയ്ത അതേ സ്പോട്ടിൽ തന്നെ കിട്ടും. ചിലത് കുറച്ച് ചിന്തിക്കാറുണ്ട്. കുറച്ച് വലിയ ക്വസ്റ്റ്യൻസ് ആയിരിക്കും.
ഓക്കെ, ഈ 95 ക്വസ്റ്റ്യൻസ് എത്ര, 95th ക്വസ്റ്റ്യൻ എത്ര കിട്ടി? ഓപ്ഷൻ എ. ഓപ്ഷൻ 2.3. ഓപ്ഷൻ എ. ഓക്കെ. ഓക്കെ, ഇത് കമ്പനീസ് ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ അല്ലെ. ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ കിട്ടാൻ വേണ്ടിയിട്ട് സെയിൽസ് ഡിവൈഡഡ് ബൈ ആവറേജ് ഫിക്സഡ് അസറ്റ്സ് ചെയ്താൽ മതി അല്ലെ. ഇനി ഓൺ ഈ ഇയർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ക്യാപിറ്റൽ കോർപ്പറേഷൻ ഷോഡ് സെയിൽസ് 3 million ആണ്, നെറ്റ് ഫിക്സഡ് അസറ്റ് 1.3 million ആണ്, ടോട്ടൽ അസറ്റ് 2 million ആണ്. ദ കമ്പനീസ് ഫിക്സഡ് അസറ്റ് ആണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സെയിൽസ് 3 million ഡിവൈഡഡ് ബൈ ഫിക്സഡ് അസറ്റ് ആവറേജ്. ഇവിടെ ആവറേജ് കൊടുത്തിട്ടില്ല, നെറ്റ് ഫിക്സഡ് അസറ്റ് ആണ് കൊടുത്തത്. ആവറേജ് ആക്കാനുള്ള ഐറ്റംസ് തന്നിട്ടില്ല, അതായത് ബിഗിനിങ് ഫിക്സഡ് അസറ്റ് ഇത്രയാണ്, എൻഡിങ് ഫിക്സഡ് അസറ്റ് ഇത്രയാണെന്ന് കൊണ്ട് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവറേജ് ആക്കാം. ഇവിടെ ആവറേജ് ആക്കാൻ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇത് ആവറേജ് ആക്കിയിട്ട് എടുക്കാം. ഓക്കെ, 3 million ഡിവൈഡ് ബൈ 1.3 million, അതായത് 3 ഡിവൈഡ് ബൈ 1.3 ചെയ്താൽ 2.30 അല്ലെ. 2.3 ടൈംസ് ആണ് ഫിക്സഡ് അസറ്റ് ആണ് അല്ലെ. ആവറേജ് ഫിക്സഡ് അസറ്റ് യൂസ് ചെയ്തതിന് 2.3 ടൈംസ് ആണ് അവർ ഈ വർഷം ജനറേറ്റ് ചെയ്തെടുത്ത സെയിൽസ്. ഓക്കെ ഓക്കെ, 95 കഴിഞ്ഞാൽ 100 എത്രയായിട്ട്? ഇത് നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ ആണ് അല്ലെ, ഇത് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓപ്ഷൻ എ. ഓപ്ഷൻ എ. വേറെ ഏതെങ്കിലും? ഓപ്ഷൻ ഡി ആ കിട്ടിയേ. ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി ആണ് കിട്ടിയത്. 40 days. 40 days. ആരാധന ക്വസ്റ്റ്യൻ കൂടി വായിച്ചേ, ഫസ്റ്റത്തെ ലൈനിലും കൂടി വായിച്ചേ. ഇത് ആനുവൽ ഹാഫ് ഓഫ് ദ സെയിൽസ് ആർ ഓൺ ക്രെഡിറ്റ് അല്ലെ. മൊത്തം സെയിൽസ് ക്രെഡിറ്റ് സെയിൽസ് അല്ല, പകുതി സെയിൽസ് മാത്രമേ ക്രെഡിറ്റ് സെയിൽസ് ഉള്ളൂ, ബാക്കി ക്യാഷ് ആണ്. സോ ഇവിടെ ചോദിച്ചിട്ടുള്ളത് അക്കൗണ്ട് റിസീവബിൾ അറ്റ് ദി ബാലൻസ് ഷീറ്റ് ഡേറ്റ് ആർ 1,65,000. നമ്മൾ ക്ലാസ്സിൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ചെയ്ത് കുഴപ്പമൊന്നുമില്ല. 1,65,000 എന്നുള്ള ഒറ്റ എമൗണ്ട് അവിടെ കൊടുത്തിട്ടുള്ളൂ. നമുക്ക് ആവറേജ് ആക്കാൻ വേറെ ഉള്ള ഡീറ്റെയിൽസ് ഒന്നും തന്നിട്ടില്ല, ആവറേജ് ആക്കി എടുത്താൽ മതി. സോ അക്കൗണ്ട് റിസീവബിൾ കളക്ഷൻ പീരീഡ് ആണ് ചോദിച്ചത്, അതായത് ഡേയ്സ് ഇൻ അക്കൗണ്ട് റിസീവബിൾ. നമുക്ക് 360 ഡിവൈഡഡ് ബൈ അക്കൗണ്ട് റിസീവബിൾ ടേൺ ഓവർ റേഷ്യോ ചെയ്യാം, അല്ലെങ്കിൽ ആവറേജ് അക്കൗണ്ട് റിസീവബിൾ ഡിവൈഡഡ് ബൈ ക്രെഡിറ്റ് സെയിൽസ് പെർ ഡേ ചെയ്യാം. ഇത് ചെയ്താലും മതി, നമുക്ക് രണ്ട് രീതിയിൽ ചെയ്ത് നോക്കാം. ഓക്കെ, അക്കൗണ്ട്സ് റിസീവബിൾ ടേൺ ഓവർ റേഷ്യോ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ക്രെഡിറ്റ് സെയിൽസ് ഡിവൈഡ് ബൈ ആവറേജ് അക്കൗണ്ട് റിസീവബിൾ ചെയ്യുന്നു. ക്രെഡിറ്റ് സെയിൽസ് എന്ന് പറഞ്ഞാൽ 3 million പകുതി 1.5 million, അതായത് 15 lakh ഡിവൈഡഡ് ബൈ ആവറേജ് അക്കൗണ്ട് റിസീവബിൾ എന്ന് പറഞ്ഞാൽ 1,65,000 ആണ്. ഓക്കെ, 15 lakh ഡിവൈഡഡ് ബൈ 1,65,000 ചെയ്താൽ നമുക്ക് 9.0909 സംതിങ് ആണ് അക്കൗണ്ട് റിസീവബിൾ ടേൺ ഓവർ റേഷ്യോ കിട്ടുക. ഞാൻ M+ അടിച്ചു, 9.09 ടൈംസ് 360. എത്ര ദിവസം എടുക്കാമെന്ന് ഇവർ 360 യൂസ് ചെയ്യുന്നത്. 365 ഡിവൈഡ് ബൈ MRC ചെയ്താൽ 40.15 കിട്ടും അല്ലെ. നിയറസ്റ്റ് ഡേ ആണ് ചോദിച്ചത്, 40 days. ഇനി വേണമെങ്കിൽ ആവറേജ് അക്കൗണ്ട് റിസീവബിൾ 1,65,000 ഡിവൈഡഡ് ബൈ 1,65,000 ഡിവൈഡഡ് ബൈ ക്രെഡിറ്റ് സെയിൽസ് പെർ ഡേ. ക്രെഡിറ്റ് സെയിൽസ് പെർ ഡേ എന്ന് പറഞ്ഞാൽ 15 lakh ഡിവൈഡഡ് ബൈ 365 ചെയ്തിട്ടുണ്ടെങ്കിൽ 15 lakh ഡിവൈഡ് ബൈ 365 ചെയ്തിട്ടുണ്ടെങ്കിൽ 4109 ആക്കാം. 4109 ക്രെഡിറ്റ് സെയിൽസ് പെർ ഡേ. അങ്ങനെയാണെങ്കിൽ 1,65,000 ഡിവൈഡ് ബൈ 4109 ചെയ്താൽ നമുക്ക് 40.15 ആണ് കിട്ടുക, 40 days. ക്ലിയർ അല്ലേ? ഓക്കെ, 100 കഴിഞ്ഞിട്ടാണ് 97. 97 എത്ര കിട്ടി? ടോട്ടൽ അസറ്റ് ടേൺ ഓവർ റേഷ്യോ ആണ് ചോദിച്ചത്. ഓപ്ഷൻ ബി. ബി 1.37. ആരാധനക്ക് എത്ര കിട്ടി? എനിക്ക് ഓപ്ഷൻ സി ആണ്. സി ആയിട്ടില്ലേ. ഇവിടെ എന്താന്ന് വെച്ചാൽ ദി അസറ്റ്സ് ഓഫ് മോർലാൻഡ് കോർപ്പറേഷൻ ആർ പ്രസന്റഡ് ബിലോ. ഫോർ ദ ഇയർ just ended, Moreland has net income 96,000 on 900,000 sales. Moreland's total asset turnover ratio അല്ലെ. ടോട്ടൽ അസറ്റ് ടേൺ ഓവർ റേഷ്യോ കാണാൻ വേണ്ടിയിട്ട് ടോട്ടൽ അസറ്റ് ടേൺ ഓവർ റേഷ്യോ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെയിൽസ്
ഡിവൈഡഡ് ബൈ ആവറേജ് ടോട്ടൽ അസറ്റ് ആണ്. ഓക്കെ, നമ്മുടെ ബിഗിനിങ് ടോട്ടൽ അസറ്റിന്റെ ടോട്ടൽ അസറ്റ്സിന് ജനുവരി 1 ബിഗിനിങ് ബാലൻസുകളാണ്. ക്യാഷ് ഉണ്ട്, മാർക്കറ്റ് സെക്യൂരിറ്റീസ് ഉണ്ട്, അക്കൗണ്ട് റിസീവബിൾ ഉണ്ട്, ഇൻവെന്ററി ഉണ്ട്. അതായത് കറണ്ട് അസറ്റും ഉണ്ട്, നോൺ കറണ്ട് അസറ്റും ഉണ്ട്. ഓക്കെ, ഈ കറണ്ട് അസറ്റും നോൺ കറണ്ടും ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ബിഗിനിങ്ങിനുള്ള ടോട്ടൽ അസറ്റ് കിട്ടും. ഓക്കെ, ഇത് ഡിസംബർ 31 ടോട്ടൽ അസറ്റ്, ക്യാഷ്, മാർക്കറ്റ് സെക്യൂരിറ്റീസ്, അക്കൗണ്ട് റിസീവബിൾ, ഇൻവെന്ററി, പിന്നെ പ്ലാന്റ്, പ്രോപ്പർട്ടി, എക്യുപ്മെന്റ്, അതായത് നോൺ കറണ്ട് അസറ്റ്. അങ്ങനെയാണെങ്കിൽ ഇയർ എൻഡിലുള്ള ക്ലോസിങ്ങിലുള്ള ടോട്ടൽ അസറ്റ് കിട്ടും. അങ്ങനെയാണെങ്കിൽ ബിഗിനിങ് അസറ്റും ടോട്ടൽ അസറ്റും ആവറേജ് എടുത്തിട്ട് വേണം നമ്മൾ ഈ ഒരു റേഷ്യോയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി. ഓക്കെ, സോ ഞാൻ ആവറേജ് ടോട്ടൽ അസറ്റ് കിട്ടാൻ വേണ്ടി ബിഗിനിങ് പ്ലസ് എൻഡിങ് ഡിവൈഡഡ് ബൈ 2 ആണ്. ബിഗിനിങ് ടോട്ടൽ അസറ്റ് ഈസ് ഈക്വൽ ടു ക്യാഷ് 48,000 പ്ലസ് മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് 42,000 പ്ലസ് അക്കൗണ്ട് റിസീവബിൾ 68,000 പ്ലസ് ഇൻവെന്ററി 1,25,000 പ്ലസ് 3,25,000 നോൺ കറണ്ട് അസറ്റ്. അതായത് ബിഗിനിങ് ടോട്ടൽ അസറ്റ് എന്ന് പറഞ്ഞാൽ 6,08,000 ആണ്. ഓക്കെ, ഇനി എൻഡിങ് ടോട്ടൽ അസറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസംബർ 31 അസറ്റ്സിന്റെ ബാലൻസ് 62,000 ക്യാഷ്, 35,000 മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്, 47,000 അക്കൗണ്ട്സ് റിസീവബിൾ, ഇൻവെന്ററി 1,38,000, നോൺ കറണ്ട് അസറ്റ് 4,24,000. സോ 7,06,000 ആണ്. 7,06,000 ആണ് എൻഡിങ് ടോട്ടൽ അസറ്റ്. ഓക്കെ, സോ ഇനി നമുക്ക് ആവറേജ് ടോട്ടൽ അസറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ബിഗിനിങ് ടോട്ടൽ അസറ്റ് ആയ 6,08,000 പ്ലസ് ക്ലോസിംഗ് അല്ലെങ്കിൽ എൻഡിങ് ടോട്ടൽ അസറ്റ് ആയിട്ടുള്ള 7,06,000 ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ മതി. ഓക്കെ, 6,08,000 പ്ലസ് 7,06,000 ഡിവൈഡഡ് ബൈ 2 ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആവറേജ് ടോട്ടൽ അസറ്റ് എന്ന് പറഞ്ഞാൽ 6,57,000 ആണ്. ഓക്കെ, ഇനി നമുക്ക് ടോട്ടൽ അസറ്റ് ടേൺ ഓവർ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഐറ്റംസ് കിട്ടി. ഇവിടെ നെറ്റിംഗ് തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് വേണ്ട. സെയിൽസ് 9 lakh തന്നിട്ടുണ്ട്, അതാണ് നമുക്ക് വേണ്ടി. സെയിൽസ് 9 lakh ആണ്, ഡിവൈഡഡ് ബൈ 6,57,000 ആണ് നമ്മൾ ഈ വർഷം ആവറേജ് യൂസ് ചെയ്തിട്ടുള്ള ടോട്ടൽ അസറ്റ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 9 lakh ഡിവൈഡഡ് ബൈ 6,57,000 ചെയ്താൽ 1.36 സംതിങ് കിട്ടും. 1.369 റൗണ്ട് ആക്കിയിട്ട് 1.37 ഓപ്ഷൻ ബി. ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. 97 കഴിഞ്ഞാൽ 114. ആരാണ് ക്ലിയർ? യെസ് സർ. 114. 114. ക്വസ്റ്റ്യൻ നമ്പർ 114. എന്താ ചോദിച്ചാല് ക്യാഷ് സൈക്കിൾ ആണ് ചോദിച്ചത്. ക്യാഷ് കൺവേർഷൻ സൈക്കിൾ എത്ര ആൻസർ കിട്ടി? ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി 75. ഓപ്ഷൻ ബി 75 days അല്ലേ? ഓക്കെ, ശരിയായിരിക്കും. A growing company is assessing current working capital requirement. The average of 58 days is required to convert raw materials to finished goods and sell them. റോ മെറ്റീരിയൽസ് വാങ്ങിയിട്ട് അല്ലെങ്കിൽ ഇൻവെന്ററി വാങ്ങിയിട്ട് അത് സെല് ചെയ്യാൻ ഏകദേശം 58 days എടുക്കുന്നുണ്ട്. അതായത് ഇൻവെന്ററി ഡേയ്സ് എന്ന് പറഞ്ഞാൽ 58 days ആണ് ഇൻവെന്ററി ഡേയ്സ്. ഇനി ദെൻ ആൻ ആവറേജ് 32 days ഈസ് റിക്വയർഡ് ടു കളക്ട് ഓൺ റിസീവബിൾസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അക്കൗണ്ട് റിസീവബിൾ ഡേയ്സ് എന്ന് പറഞ്ഞാൽ 32 days ആണ്. ഓക്കെ, ഇനി ഇഫ് ദ ആവറേജ് ടൈം ദ കമ്പനി ടേക്സ് ടു പേ ഫോർ ഇറ്റ്സ് റോ മെറ്റീരിയൽ ഈസ് 15 days ആഫ്റ്റർ ദ റിസീവ്. റോ മെറ്റീരിയൽ റിസീവ് ചെയ്തിട്ട് 15 ദിവസം കഴിഞ്ഞിട്ടാണ് സപ്ലൈസിന് ക്യാഷ് കൊടുക്കുന്നത് അല്ലെ? അക്കൗണ്ട്സ് പേയബിൾ ഡേയ്സ് എന്ന് പറയുന്നത് 15 days ആണ്. അങ്ങനെയാണെങ്കിൽ ക്യാഷ് സൈക്കിൾ എത്രയാണെന്ന് വെച്ചാൽ നമുക്ക് രണ്ട് കണ്ടുപിടിക്കാം. ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഈ ഇൻവെന്ററി ഡേയ്സ് 50 days പ്ലസ് അക്കൗണ്ട് റിസീവബിൾ ഡേയ്സ് ആയിട്ടുള്ള 32 days അല്ലെ? 50 പ്ലസ് 30 80 പ്ലസ് 2 90 days ആണ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ. ഇനി ക്യാഷ് സൈക്കിൾ കിട്ടാൻ വേണ്ടിയിട്ട് ഓപ്പറേറ്റിംഗ് സൈക്കിളിന് അക്കൗണ്ട്സ് പേയബിൾ ഡേയ്സ് കുറച്ചാൽ മതി. അതായത് ഓപ്പറേറ്റിംഗ് സൈക്കിൾ 90 days ആണ്, മൈനസ് അക്കൗണ്ട്സ് പേയബിൾ ഡേയ്സ് 15 days, 75 days എടുത്തിട്ടാണ് കമ്പനി ക്യാഷ് കൺവേർട്ട് ചെയ്ത് ക്യാഷിലേക്ക് മാറ്റുന്നത്. ഇങ്ങനെ തന്നെ ചെയ്ത്
അതെ. Yes, sir. 114 കഴിഞ്ഞാൽ 94. ഇതും നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ അല്ലേ? കുഴപ്പമില്ല, ഒന്നുകൂടി ചെയ്യാം. എത്ര ആൻസർ കിട്ടി? ഇത് നമ്മൾ ക്ലാസ് ചെയ്തതാണെന്ന് തോന്നുന്നു. Option Option D. D. ഓപ്ഷൻ ഡി 22 ഡേയ്സ്. അതായത് നമുക്ക് 6 മില്യൺ ക്രെഡിറ്റ് സെയിൽസ് ഉണ്ട്. ബിഗിനിങ് അക്കൗണ്ട് റിസീവബിൾ ബാലൻസ് 1 മില്യൺ, എൻഡിങ്ങിൽ 1.25 മില്യൺ. അങ്ങനെയാണെങ്കിൽ ഇൻഡസ്ട്രി ആവറേജ് നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിലുള്ള മറ്റ് കമ്പനീസിന്റെ അക്കൗണ്ട് റിസീവബിൾ ഡേയ്സ് എന്ന് പറഞ്ഞാൽ 90 ഡേയ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മളേത് ഇൻഡസ്ട്രി ആവറേജിനെക്കാളും എത്ര ലെസർ ആണെന്നാണ് ചോദിച്ചത്. ഒന്നുകൂടി ചെയ്യാം. നമുക്ക് അക്കൗണ്ട് റിസീവബിൾ ടേൺ ഓവർ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഡേയ്സ് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ഡയറക്ട്ലി കണ്ടുപിടിക്കാം. എങ്ങനെയാണ് ചെയ്താൽ മതി. നമുക്ക് ഒരു വെറൈറ്റി അക്കൗണ്ട് റിസീവബിൾ ഡേയ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവറേജ് അക്കൗണ്ട്സ് റിസീവബിൾ സെക്കൻഡ് ഇക്വേഷൻ ചെയ്യാണ്, ഡിവൈഡഡ് ബൈ ക്രെഡിറ്റ് സെയിൽസ് പെർ ഡേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആവറേജ് അക്കൗണ്ട് റിസീവബിൾ ആവറേജ് അക്കൗണ്ട് റിസീവബിൾ എന്ന് പറഞ്ഞാൽ 1 മില്യൺ പ്ലസ് 1.25 മില്യൺ ഡിവൈഡഡ് ബൈ 2, 10 ലാക്ക് പ്ലസ് 12,50,000 ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ 11,25,000 ഉണ്ട്. 11,25,000 ഇതാണ് ആവറേജ് അക്കൗണ്ട് റിസീവബിൾ, 11,25,000. ഇനി ക്രെഡിറ്റ് സെയിൽസ് പെർ ഡേ എന്ന് പറഞ്ഞാൽ 6 മില്യൺ 60 ലാക്ക് ഡിവൈഡ് ബൈ 365 ചെയ്തിട്ടുണ്ടെങ്കിൽ 16,438. പോയിന്റ് എടുക്കുന്നില്ല, ഓൾമോസ്റ്റ് കറക്റ്റ് ആയിട്ട് കിട്ടും. 11,25,000 ഡിവൈഡ് ബൈ 16,438 ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ട് റിസീവബിൾ ഡേയ്സ് എന്ന് പറഞ്ഞാൽ അക്കൗണ്ട് റിസീവബിൾ ഡേയ്സ് ഈസ് ഈക്വൽ ടു 68 പോയിന്റ് സംതിങ് ആണ്. ഞാൻ ആവറേജ് 68 എടുത്തു. സോ നമ്മുടെ 68 ആണ്. അങ്ങനെയാണെങ്കിൽ ഇൻഡസ്ട്രിയുടെ 90 ആണ്. ഇൻഡസ്ട്രീനെക്കാട്ടി 22 ഡേയ്സ് ലെസർ ആണ്. നമ്മളുടെ 68 ഡേയ്സ് അക്കൗണ്ട് റിസീവബിൾ അല്ലേ. ഇൻഡസ്ട്രിയിലുള്ള മറ്റുള്ള കമ്പനീസ് 90 ഡേയ്സ് എടുത്തിട്ടാണ് വാങ്ങുന്നത്, നമ്മൾ കുറച്ചും കൂടി പെട്ടെന്നാണ് വാങ്ങുന്നത്, 68 ഡേയ്സ് തോന്നുന്നുണ്ട്. സോ ഓപ്ഷൻ ഡി 22 ഡേയ്സ്. സിമ്പിൾ അല്ല. ഇനി 94 കഴിഞ്ഞാൽ 58. എത്ര ആൻസർ കിട്ടി? ഓപ്ഷൻ ഓപ്ഷൻ ബി ആണോ? ഓപ്ഷൻ ബി. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ 3 കമ്പനീസിന്റെ ഫിനാൻഷ്യൽ അനാലിസ്റ്റ് ഈസ് അനലൈസിംഗ് ദ അക്കൗണ്ട് റിസീവബിൾ പീരീഡ് ഫോർ 3 കമ്പനീസ് ബൈ കമ്പയറിംഗ് ഡേയ്സ് സെയിൽസ് ഇൻ റിസീവബിൾ. ദ ഫിനാൻഷ്യൽ അനലിസ്റ്റ് ഹാസ് കളക്ടഡ് ദി ഫോളോയിങ് ഇൻഫർമേഷൻ. കമ്പനി എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് ഉണ്ട്, ആവറേജ് അക്കൗണ്ട് റിസീവബിൾ ഉണ്ട് അല്ലെ. ഇനി ആവറേജ് അലവൻസ് ഫോർ ക്രെഡിറ്റ് ലോസ്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അക്കൗണ്ട് റിസീവബിൾ ടേൺ ഓവർ റേഷ്യോ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ക്രെഡിറ്റ് സെയിൽസ് എപ്പോഴും നെറ്റ് ആണ് യൂസ് ചെയ്യേണ്ടത്. കാരണം എന്തെങ്കിലും സെയിൽസ് റിട്ടേൺ ഉണ്ടെങ്കിൽ അത് ലെസ് ചെയ്തിട്ട് വേണം നമ്മൾ നെറ്റ് കണ്ടുപിടിക്കാൻ. ഇത് ഓൾറെഡി നെറ്റിലാണ് തന്നത്. സോ നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ നമ്മൾ ആവറേജ് ഗ്രോസ് അക്കൗണ്ട് റിസീവബിൾ ആണ് യൂസ് ചെയ്യേണ്ടത്, നെറ്റ് അല്ല. ഓക്കെ, ഇവിടെ ആവറേജ് അലവൻസ് ഫോർ ക്രെഡിറ്റ് ലോസ് എന്ന് പറഞ്ഞിട്ട് എമൗണ്ടുകൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ക്രെഡിറ്റ് ലോസ് എന്ന് പറഞ്ഞാൽ അവർ അക്കൗണ്ട് റിസീവബിളിൽ കിട്ടാൻ സാധ്യത ഇല്ലാത്ത എമൗണ്ട് അഥവാ ബാഡ് ഡെപ്റ്റ്. ഓക്കെ, ക്രെഡിറ്റ് ലോസ് എന്ന് പറഞ്ഞാൽ ബാഡ് ഡെപ്റ്റ് ആണ്. ആ കസ്റ്റമർ ഈ പൈസ തരാൻ ചാൻസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതി തള്ളാൻ പോകുന്ന എമൗണ്ടുകളാണ് ക്രെഡിറ്റ് ലോസ്. ഓക്കെ, അത് നമ്മൾ ലെസ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ യൂസ് ചെയ്യേണ്ട അക്കൗണ്ട് റിസീവബിൾ എപ്പോഴും ഗ്രോസ് ആയിരിക്കണം. ഓക്കെ, സോ അക്കൗണ്ട് റിസീവബിൾ ടേൺ ഓവർ റേഷ്യോ കണ്ടിട്ട് നമുക്ക് ഡേയ്സ് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. ഈ ഫീച്ചർ ഓഫ് കമ്പനീസ് ആസ് ക്രെഡിറ്റ് ടേംസ് ഓഫ് നെറ്റ് 30 ഡേയ്സ്. നെറ്റ് 30 ഡേയ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ കസ്റ്റമർ സാധനം സെല്ല് കഴിഞ്ഞിട്ട് 30 ദിവസത്തിനുള്ളിൽ പൈസ കളക്ട് ചെയ്യണമെന്നാണ് അതിന്റെ ഉദ്ദേശം. നെറ്റ് 30 ഡേയ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ കസ്റ്റമർ സാധനം വാങ്ങിക്കൊണ്ടാൽ നമുക്ക് അക്കൗണ്ട് റിസീവബിൾ ജനറേറ്റ് ആയി. ആ അക്കൗണ്ട് റിസീവബിൾ അവർ 30 ദിവസത്തിനുള്ളിൽ നമുക്ക് തിരിച്ചു തന്നിരിക്കണം. അവർക്ക് നമ്മൾ മാക്സിമം അലവ് ചെയ്യുന്ന സമയം എന്ന് പറഞ്ഞാൽ 30 ദിവസം. അതിനുള്ളിൽ അവർ പൈസ തരണം അല്ലെ. ദ ഫിനാൻഷ്യൽ അനലിസ്റ്റ് ഈസ് മോസ്റ്റ് ലൈക്ലി ടു കൺക്ലൂഡ് വിച്ച് ഓഫ് ദ ഫോളോയിങ്. ഇതിൽ ഏത് കമ്പനിയാണ് നല്ലതാണല്ലേ ചോദിക്കുന്നത്. കമ്പനി സി ഈസ് ലെസ് എഫിഷ്യന്റ്, കമ്പനി ബി. സോ നമുക്ക് അക്കൗണ്ട് റിസീവബിൾ ടേൺ ഓവർ ഡേയ്സ് കിട്ടിയാൽ നമുക്ക് ആ ഫൈനൽ ആൻസറിലേക്ക് എത്താൻ പറ്റും. എല്ലാ ഓപ്ഷനും നോക്കേണ്ട ആവശ്യം തന്നെ.
ഇതാ ഇവിടെ നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ ആവറേജ് അക്കൗണ്ട് റിസീവബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അക്കൗണ്ട് റിസീവബിൾ ടേൺ ഓവർ റേഷ്യോ കിട്ടും. ഇതാ 1,75,000 ഡിവൈഡഡ് ബൈ 10,000 ചെയ്തിട്ടുണ്ടെങ്കിൽ 1,75,000 ഡിവൈഡഡ് ബൈ 10,000 ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതാ 17.5 ടൈംസ് ആണ്. 17.5 ടൈംസ് ആണ് അക്കൗണ്ട് റിസീവബിൾ ടേൺ ഓവർ സംഭവിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു 365 ഡേയ്സ് വേണമെങ്കിൽ എടുത്തു നോക്കാം. ഓക്കെ, 365 ഡേയ്സ് ഡിവൈഡ് ബൈ 17.5 എന്ന് പറഞ്ഞാൽ 20 ഡേയ്സ് കൊണ്ടാണ് കമ്പനി എന്ത് ചെയ്യുന്നത്, അവരുടെ അക്കൗണ്ട് റിസീവബിൾ കളക്ട് ചെയ്യുന്നത്. ഓക്കെ, 30 ദിവസം അവർ സമയം കൊടുത്തിട്ടുണ്ട്, 20 ഡേയ്സ് കൊണ്ടല്ലേ കളക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ക്ലിയർ ആണ്. ഇനി കമ്പനി ബി 1,45,000 ആണ് നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് ഡിവൈഡ് ബൈ ആവറേജ് അക്കൗണ്ട് റിസീവബിൾ. ആവറേജ് ആണ് ഇവിടെ ഡയറക്ട്ലി തന്നിട്ടുള്ളത്, നമ്മൾ ആവറേജ് ആക്കാൻ നിൽക്കണം. ഡിവൈഡ് ബൈ 20,000 ചെയ്താൽ 1,45,000 ഡിവൈഡ് ബൈ 20,000 ചെയ്താൽ 7.25 അല്ലെ, 7.25. നമ്മൾ എല്ലും ആണെങ്കിൽ ഇതിലേക്ക് കൺവേർട്ട് ചെയ്യണമെന്നില്ല, നമുക്കിപ്പം ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്കറിയാം അക്കൗണ്ട് റിസീവബിൾ ടേൺ ഓവർ റേഷ്യോ കൂടാന്ന് പറഞ്ഞാലേ നമുക്ക് നല്ലതാണ്. അക്കൗണ്ട് റിസീവബിൾ ടേൺ ഓവർ റേഷ്യോ കൂടാന്ന് പറഞ്ഞാൽ ഈ ഡേ സെയിൽസിലെ ഡിനോമിനേറ്റർ കൂടാന്ന് അർത്ഥം അല്ലെ. ഈ ഡിനോമിനേറ്റർ കൂടിയിട്ടുണ്ടെങ്കിൽ ഈ റേഷ്യോന്റെ വാല്യൂ കുറയും. ഈ റേഷ്യോന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മളെ ഡേ സെയിൽസ് ഇൻ അക്കൗണ്ട് റിസീവബിൾ ആണ്. അത് ഏറ്റവും കുറയണതല്ലേ, എത്രയും പെട്ടെന്ന് വാങ്ങണതല്ലേ. ഓക്കെ, ഈ ഡിനോമിനേറ്റർ അഥവാ നമ്മുടെ 365 ഡിവൈഡഡ് ബൈ അക്കൗണ്ട് റിസീവബിൾ ടേൺ ഓവർ റേഷ്യോ എന്ന് പറഞ്ഞാൽ ഈ 17.5 ഈ 7.25 ലെസർ ആയാൽ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ റേഷ്യോന്റെ വാല്യൂ കൂടും അല്ലെ. എന്താ അതിന്റെ അർത്ഥം, നമ്മുടെ റേഷ്യോന്റെ വാല്യൂ കൂടാന്ന് പറഞ്ഞാൽ കൂടുതൽ ദിവസം എടുത്തിട്ടാണ് അല്ലെ. നമ്മൾ അക്കൗണ്ട് റിസീവബിൾ ടേൺ ഓവർ റേഷ്യോ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കളക്ഷൻ വളരെ സ്ലോവർ ആണെന്നാണ് അതിന്റെ അർത്ഥം. കാരണം കുറെ ദിവസം എടുത്തിട്ടാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത് അല്ലെ. നമുക്ക് എല്ലാം വേണമെങ്കിൽ ഇതിൽ ചെയ്തോന്ന് നിർബന്ധമില്ല, എന്നാലും ചെയ്യാം, കുഴപ്പമില്ല, പ്രശ്നമില്ല. സോ കമ്പനി ബിന്റെ അക്കൗണ്ട്സ് റിസീവബിൾ ടേൺ ഓവർ സംഭവിക്കുന്നത് വർഷത്തിൽ 7.25 ടൈംസ് ആണ്. അങ്ങനെയാണെങ്കിൽ 365 ഡിവൈഡ് ബൈ 7.25 ആണെങ്കിൽ ചെയ്ത് വെച്ചാൽ 7.25 ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ 50 ഡേയ്സ് എടുത്തിട്ടാണ് 20 ഡേയ്സ് 50 ഡേയ്സ് എടുത്തിട്ടാണ് കമ്പനി ബി ക്യാഷ് കളക്ട് ചെയ്യുന്നത്. 30 ഡേയ്സ് ആണ് കസ്റ്റമറിന് സമയം കൊടുത്തിട്ടുള്ളത്, പക്ഷെ അവർ കളക്ട് ചെയ്യാൻ 50 ഡേയ്സ് എടുത്തിട്ടുണ്ട്. ഇനി കമ്പനി സി 2,25,000 ഡിവൈഡഡ് ബൈ 11,500 90 ഡേയ്സ് കൊണ്ട് വാങ്ങുന്നുണ്ട്. ഓക്കെ, 90 ഡേയ്സ് അല്ല, 2,25,000 ഡിവൈഡ് ബൈ 11,500 19.5 ആണ്. 19.5 ആണ് അക്കൗണ്ട് റിസീവബിൾ ടേൺ ഓവർ റേഷ്യോ. അങ്ങനെയാണെങ്കിൽ 365 ഡിവൈഡ് ബൈ 19.5 ചെയ്താൽ നമുക്ക് 365 ഡിവൈഡ് ബൈ 19.5 ചെയ്താൽ 18 ഡേയ്സ് കിട്ടും. ഓക്കെ, 18 ഡേയ്സ്. സോ കമ്പനി എയും സിയും ക്യാഷ് കളക്ട് ചെയ്യുന്നതിൽ പ്രോപ്പർ ആണ്. ഓക്കെ, നമുക്ക് ഈ 3 കമ്പനീസിനെ ഇവാലുവേറ്റ് ചെയ്യാനാണെങ്കിൽ കമ്പനി എന്റെ ക്യാഷ് കളക്ഷന്റെ സ്പീഡ് ഓക്കെയാണ്, കമ്പനി സിയും ഓക്കെയാണ്. കമ്പനി ബി അവർ കൊടുത്തതിനെക്കാളും കൂടുതൽ സമയം എടുത്തിട്ടുണ്ട് അല്ലെ, കസ്റ്റമേഴ്സിന് അലോ ചെയ്ത സമയത്തിനെക്കാളും കൂടുതൽ ടൈം എടുത്തിട്ടാണ് അവർ ക്യാഷ് കളക്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും ലീസ്റ്റ് എഫിഷ്യന്റ് ആയിട്ടുള്ള കമ്പനി ബി ആണ്. കമ്പനി ബി ഈസ് ദ ലീസ്റ്റ് എഫിഷ്യന്റ് ഇൻ കളക്ടിങ് പേയ്മെന്റ്. എന്തെന്നല്ലേ നിങ്ങൾ ചിന്തിച്ച്? സർ ഓക്കെ, അപ്പൊ 58 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് സി ആ കിട്ടി. സി കിട്ടി. അങ്ങനെ കിട്ടി. കമ്പനി കൂടുതൽ അക്കൗണ്ട്സ് കൂടുതൽ ഉള്ളതെന്ന് ചിന്തിച്ചോ? ഞാൻ കൂടുതൽ ചിന്തിച്ചു, പക്ഷെ ഒരുപാട് കൂടുതലാവുമ്പോ അതും കമ്പനിക്ക് നന്നല്ലല്ലോ, അപ്പൊ പിന്നെ എ ആക്കി. ദാറ്റ് മീൻസ് ആവറേജ് അങ്ങനെ ചിന്തിച്ചു. ഒരുപാട് കൂടുതലാവുന്ന വേറൊരു ഒരുപാട് കൂടുതലാവുന്ന കമ്പനി സെലക്ട് ചെയ്യാതെ. അത് ശരിയാണ്, ഒരു കണക്കിന് ശരിയാണ്, അത് ശരിയാണ്. അത് പക്ഷേ വേറെ നമ്മുടെ വേറെ ആൾക്കാർക്ക് പോവും. അപ്പൊ ഞാൻ വിചാരിച്ചു കമ്പനി എ ആവുമ്പോ ഒരുപാട് കൂടുതലും അല്ല കുറവും അല്ല എന്നുള്ള രീതിയിലാണ് ഞാൻ ചിന്തിച്ചത്. റിയൽ ലൈഫ് സിനാരിയോ ആക്കിയിട്ട് പറയാം. നമ്മളെ ക്യാഷ് കളക്ഷന്റെ പോളിസീസ് ഭയങ്കര സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ ആൾക്കാർ എന്താ നിങ്ങളെ സാധനം വാങ്ങില്ല എന്ന് പോകും. പക്ഷെ നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ അത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊരു റിയൽ ലൈഫ് എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾ മൈൻഡിൽ വെച്ചാൽ മതി. ഓക്കെ, നമ്മൾ കസ്റ്റമേഴ്സിനോട് അല്ലെങ്കിൽ നമ്മൾ സെല് ചെയ്യുന്ന കസ്റ്റമേഴ്സിനോട് 10 ദിവസത്തിനുള്ളിൽ പൈസ തരുന്നില്ലെങ്കിൽ സാധനം വേണ്ടാന്ന് പറഞ്ഞാൽ അവർ വേറെ ആളത്തേക്ക് പോകും. ഓക്കെ, എല്ലാവർക്കും ക്രെഡിറ്റിൽ സാധനം കിട്ടണം അല്ലെ, എല്ലാവർക്കും റോളിംഗ് ആണല്ലോ. സോ നമ്മൾ ഓവർ ടൈറ്റ് ആക്കിക്കുകയാണെങ്കിൽ നമ്മുടെ കളക്ഷന്റെ പോളിസീസ്, നമ്മുടെ ക്യാഷ് കളക്ഷന്റെ പോളിസീസ് ഓവർ നമ്മൾ സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കസ്റ്റമേഴ്സിനെ നമുക്ക് നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. അതൊരു നെഗറ്റീവ് സൈഡാണ്. പക്ഷെ നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ അത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അത് വല്ല തിയറി ക്വസ്റ്റ്യൻസിലൊക്കെ വന്നാൽ അങ്ങനെ ചിന്തിച്ചാൽ മതി. നമ്മൾ പ്രോബ്ലം ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, നമ്മൾ അക്കൗണ്ട് റിസീവബിൾ ടേൺ ഓവർ റേഷ്യോ ഏറ്റവും കൂടുതലാണ് നമുക്ക് നല്ലത്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും പെട്ടെന്ന് തന്നെ നമുക്ക് ക്യാഷ് കളക്ട് ചെയ്യാൻ പറ്റും. ആ ഒരു തോട്ടിൽ ചിന്തിച്ചാൽ മതി.
ഓക്കെ, ക്ലിയർ അല്ലേ? 58 ക്ലിയർ അല്ലേ? Yes, sir. ഓക്കെ, നെക്സ്റ്റ് വൺ. ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ ഫോർ ഇയർ 2 ആൻഡ് ഇയർ 3. എത്ര കിട്ടിയേ? ഇത് Option അത്യാവശ്യം A. നല്ല question. ഓപ്ഷൻ ഓപ്ഷൻ എ. ഓപ്ഷൻ എ. എ. ഓപ്ഷൻ എ. നിങ്ങൾക്ക് എങ്ങനെയാ കോസ്റ്റ് കുറിച്ചുള്ള നിങ്ങൾ കണ്ടുപിടിച്ചത്? ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. Units into യൂണിറ്റ് യൂണിറ്റ് കോസ്റ്റ് 1,200 into ആ 50. ഇൻറ്റു അങ്ങനെ 50. 50 ചെയ്താൽ മതി അല്ലേ? 50 ചെയ്താൽ ആ മതി. അങ്ങനെയാണ് ആ. ഏറ്റവും ഈസി. അതാണ്, അങ്ങനെ ചിന്തിച്ചാൽ നമുക്ക് കുറെ ടൈം സേവ് ചെയ്യാൻ പറ്റും. സോ അതാ ഇത് 3 ഇയർ ഉണ്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഫോർ ക്യൂൻവിക്സ് ഒക്കെ ഉണ്ട്. ഇയർ 1 ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. ഇയർ 2, 3 ഒക്കെ ഉണ്ട്. നെറ്റ് സെയിൽസ് ഉണ്ട്. ആവറേജ് എൻഡിങ് ഇൻവെന്ററി ഉണ്ട്. ആവറേജ് റിസീവബിൾസ് ഉണ്ട്. നെറ്റിംഗ് ഉണ്ട് അല്ലെ? ക്യൂൻസ് ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ ഫോർ ഇയർ 2 ആൻഡ് ഇയർ 3. ഇയർ 2 ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ എത്രയാണ്? ഇയർ 3 ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ എത്രയാണ്? ഇയർ 2 ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ ഈസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെന്ററി. ഓക്കെ, ഇവിടെ നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ഇയർ 2 ആവറേജ് ഇൻവെന്ററി കാണണമെങ്കിൽ ഓപ്പണിംഗ് പ്ലസ് ക്ലോസിംഗ് ഡിവൈഡ് ബൈ 2. എൻഡിങ് ഇൻവെന്ററി ആണ് ഇയർ 2 100 യൂണിറ്റ്സ് ഉണ്ട്. ഓക്കെ, 100 യൂണിറ്റ്സ് ആണ് റിമൈനിങ് ഉള്ളത്. അപ്പം ഇയർ 2 ആവറേജ് കാണണമെങ്കിൽ നമുക്ക് ഇയർ 2 ബിഗിനിങ് സ്റ്റോക്ക് വേണം. ഇയർ 2 ബിഗിനിങ് സ്റ്റോക്ക് ആണ് ഇയർ 1 എൻഡിങ് സ്റ്റോക്ക്. ഓക്കെ, സോ ഇതിന്റെയും ആവറേജ് ആയിരിക്കും ഇയർ 2 ആവറേജ് ഇൻവെന്ററി എന്ന് പറയുന്നത്. രണ്ടും സെയിം ആണ്. 100 യൂണിറ്റ്. ഓക്കെ, അത് ആവറേജ് ആക്കേണ്ട ആവശ്യമില്ല. 100 + 100 ഡിവൈഡ് ബൈ 2 ചെയ്താൽ 100 അല്ലേ കിട്ടുക. ഓക്കെ, സോ ആവറേജ് ഇൻവെന്ററി എന്ന് പറയുന്നത് നമുക്ക് ഈ ഒറ്റ ആക്കി എടുത്താൽ മതി. ഈ ആവറേജ് ചെയ്താലും കുഴപ്പമില്ല, പക്ഷെ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ കാരണം ക്ലിയർ ആയിട്ടുണ്ടോ? യെസ് സർ. ക്ലിയർ ആയിട്ടുണ്ടോ? ഓക്കെ, സോ നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ് അറിയേണ്ടത്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നമുക്ക് ഓപ്പണിംഗ് പ്ലസ് പർച്ചേസ് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ സിമ്പിൾ ആയിട്ട് നമ്മളെ വിറ്റ സാധനത്തിന്റെ വില, അതാണല്ലോ നമ്മൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. നമ്മള് മാനുഫാക്ചർ ചെയ്ത ഇൻവെന്ററി അല്ലെങ്കിൽ ഒരു യൂണിറ്റ് അല്ലെങ്കിൽ മാനുഫാക്ചറോ വാങ്ങിയതോ എന്ത് വില ആയിക്കോട്ടെ, നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ളതോ അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്തിട്ടുള്ളതോ ആയ ഇൻവെന്ററിന്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 100 യൂണിറ്റ്, ഓരോ യൂണിറ്റും $50. ഓക്കെ, ഒരു യൂണിറ്റിന് നമുക്ക് കോസ്റ്റ് വന്നിട്ട് $50. പക്ഷെ നമ്മളത് സെല് ചെയ്യണ $100. അത് ഓക്കെ, അത് നമുക്ക് ആവശ്യമില്ല. നമുക്ക് എത്ര കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആയെന്ന് വെച്ചാൽ നമ്മൾ വിറ്റ സാധനത്തിന്റെ കോസ്റ്റ് എത്രയാന്ന് വെച്ചാൽ നമ്മൾ ഇയർ 1 വേണ്ട, ഇയർ 2ലാണ് നമ്മൾ ചോദിച്ചത്. ഇയർ 2 നമ്മൾ സെയിൽസ് നടത്തിയിട്ടുള്ളത് 1200 യൂണിറ്റ്സ് ആണ്. നമ്മൾ 1200 യൂണിറ്റ്സിന്റെ സെയിൽസ് നടത്തിയിട്ടുണ്ട്. ഓക്കെ, സോ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വിറ്റ യൂണിറ്റ് സോൾഡ് ഇൻറ്റു കോസ്റ്റ് പെർ യൂണിറ്റ്. ഓക്കെ, ഓരോ ക്വസ്റ്റ്യനിലും ഓരോ രീതിയിലായിരിക്കും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട്. യൂണിറ്റ് സോൾഡ് 1200 ആണ്. ഇൻറ്റു ഒരു യൂണിറ്റിന് നമുക്ക് ആയിട്ടുള്ള കോസ്റ്റ് 50 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 1200 ഇൻറ്റു 50 ചെയ്തിട്ടുണ്ടെങ്കിൽ 60,000 ആണ് നമ്മുടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെന്ററി. ആവറേജ് ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ ഇയർ 2 ആവറേജ് ഇൻവെന്ററി എന്നാൽ ഓപ്പണിംഗ് ഇതാണ് പ്ലസ് ക്ലോസിംഗ് ഡിവൈഡഡ് ബൈ 2. രണ്ടും സെയിം ആയതുകൊണ്ട് നമ്മൾ ആവറേജ് ചെയ്യേണ്ട ആവശ്യമില്ല. ആവറേജ് ചെയ്താൽ ആ സെയിം എമൗണ്ട് കിട്ടുക അല്ലേ? സോ 100 ഇൻറ്റു 50 ചെയ്താൽ 100 ഇൻറ്റു 50 ചെയ്തിട്ടുണ്ടെങ്കിൽ 5000 ആണ് നമ്മുടെ ആവറേജ് ഇൻവെന്ററി. ഓക്കെ, ആവറേജ് ഇൻവെന്ററി ഇയർ 2 ഇയർ 3 സെയിം ആണ്. ആവറേജ് ഇൻവെന്ററി എന്ന് പറഞ്ഞത് 100 യൂണിറ്റ്സ് ഉണ്ട്. എല്ലാ വർഷവും അവസാനം ആവറേജ് ഒരു 100 യൂണിറ്റ്സ് ഉണ്ട്. ഇയർ 1 വേറെ യൂണിറ്റ്സ്, ഇയർ 2 വേറെ യൂണിറ്റ്സ് ആണെങ്കിലാണ് നമുക്ക് ആവറേജ് ആക്കേണ്ട ആവശ്യമുള്ളൂ. ഇവിടെ ഇയർ 1 2 3 എൻഡിങ് ഇൻവെന്ററീസ് സെയിം ആയതുകൊണ്ട് ഇയർ 2 ആവറേജും ഇയർ 3 ആവറേജും സെയിം ആണ്. 100 ഇൻറ്റു 50 അഥവാ 5000 ആണ് നമ്മുടെ ആവറേജ് ഇൻവെന്ററി. സോ 60,000 ഡിവൈഡഡ് ബൈ 5000 ചെയ്തിട്ടുണ്ടെങ്കിൽ 12 ടൈംസ് ആണ് ഇൻവെന്ററി ടേൺ ഓവർ സംഭവിച്ചിട്ടുള്ളത്. 12 ഉണ്ട്. ഇനി ഇയർ 2 12 ആണ് ക്ലിയർ ആയി. ഇനി ഇയർ 3 കൂടി നോക്കിയാൽ ഇയർ 3 നോക്കേണ്ട ആവശ്യമില്ല. കാരണം
1200 യൂണിറ്റ്സ് എന്നാണ് നമ്മൾ വിറ്റിട്ടുള്ളത്. ഇയർ 3ലും 1200 യൂണിറ്റ്സ് ആണ്. ഇൻറ്റു 50 യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇയർ 2ലും ഇയർ 3ലും സെയിം എഫക്റ്റ് ആണ് വരുന്നത്. ഓക്കെ, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നമ്മൾ യൂണിറ്റ് സോൾഡ് 1200 ആണ്. ഇൻറ്റു ഒരു യൂണിറ്റിന്റെ കോസ്റ്റ് 50, സോ 60,000 കോസ്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഡിവൈഡഡ് ബൈ 5000 ചെയ്താൽ 12 ടൈംസ് ആണ് ഇയർ 2ലും 3ലൊക്കെ ഇൻവെന്ററി ടേൺ ഓവർ സംഭവിച്ചിട്ടുള്ളത്. സോ നമ്മുടെ ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ ഇയർ 2ഉം 3 എന്ന് പറഞ്ഞാൽ 12 അതായത് ഓപ്ഷൻ ഇങ്ങനെ തന്നെയല്ലേ നിങ്ങൾ ചിന്തിച്ച്? യെസ് സർ. ഞാൻ പക്ഷെ ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും 5000 ഇട്ടിട്ട് ചെയ്തു. അങ്ങനെ ചെയ്താൽ മതി. അതായത് നമ്മളെ നെറ്റ് സെയിൽസ്, നമ്മളെ വിറ്റ സാധനം മൊത്തം പർച്ചേസ് ചെയ്തിട്ടാണ് വിറ്റ് എന്നുള്ള ഒരു അസംഷനിൽ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അല്ലെങ്കിൽ മൊത്തം അങ്ങനെയല്ല, ഓപ്പണിംഗ് സ്റ്റോക്ക് എന്നുള്ളത് ലാസ്റ്റ് ഇയറിന്റെ 100 യൂണിറ്റ്സ് ഇൻറ്റു 50 പ്ലസ് പർച്ചേസ് 1200 ഇൻറ്റു 50 മൈനസ് 100 ഇൻറ്റു 50 അങ്ങനെ ചെയ്തു. അങ്ങനെ ചെയ്താൽ മതി. നമുക്ക് വിറ്റ സാധനത്തിന്റെ വില യൂണിറ്റ് സോൾഡ് ഇൻറ്റു കോസ്റ്റ് പെർ യൂണിറ്റ് അങ്ങനെ ചെയ്താൽ കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് കിട്ടും. ഓക്കെ, എങ്ങനെയാലും ആൻസർ കിട്ടിയാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 13 ക്ലിയർ അല്ലേ ആരാധന? യെസ്. ഓക്കെ, 13 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ 31. കമ്പനീസ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ ഫോർ ഇയർ 2. ഇയർ 2ലെ ഓപ്പറേറ്റിംഗ് സൈക്കിൾ ആണ് ചോദിച്ചത്. എത്ര കിട്ടി? ഓപ്ഷൻസ് 92.2 ആണ്. ഓക്കെ, നമുക്ക് നോക്കാം. ഓപ്പറേറ്റിംഗ് സൈക്കിൾ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഡേയ്സ് ഇൻ ഇൻവെന്ററി വേണം. അതുപോലെ തന്നെ ഡേയ്സ് ഇൻ അക്കൗണ്ട് റിസീവബിൾ വേണം. ഓക്കെ, ഈ രണ്ട് ഐറ്റംസ് ആഡ് ചെയ്താൽ നമുക്ക് ഓപ്പറേറ്റിംഗ് സൈക്കിൾ കിട്ടും. അപ്പം ഡേയ്സ് ഇൻ ഇൻവെന്ററി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 43,80,000 ഉണ്ട്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെന്ററി ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ കിട്ടും. എന്നിട്ട് 365 ഡിവൈഡഡ് ബൈ ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡേയ്സ് ഇൻ ഇൻവെന്ററി കിട്ടും. ആ രീതിയിൽ തന്നെ ചെയ്യാം. ഡേയ്സ് ഇൻ ഇൻവെന്ററി കാണാൻ വേണ്ടിയിട്ട് ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 43,80,000 ആണ്. 43,80,000 ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ 9,60,000 പ്ലസ് 7,80,000 ഡിവൈഡഡ് ബൈ 2 ചെയ്തിട്ടുണ്ടെങ്കിൽ 8,70,000 ആണ്. 8,70,000 ആണ് ആവറേജ് ഇൻവെന്ററി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 43,80,000 ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെന്ററി ചെയ്താൽ 5 ടൈംസ് ആണ്. 5.03 ടൈംസ് എന്തെന്നല്ലേ കിട്ടി നമ്മുടെ ഇൻവെന്ററി ടേൺ ഓവർ സംഭവിക്കുന്നത്. സോ 365 ഡിവൈഡഡ് ബൈ 5.03. ഞാൻ ഫുള്ള് പോയിന്റ് എടുത്തിട്ടില്ല, അപ്പൊ അവസാനം ആൻസർ ഒന്ന് ചെറിയ ഡിഫറൻസ് ഉണ്ടാവും, വിഷയമല്ല. 72 days, 72.56 days. ഇല്ല 365 ഡിവൈഡഡ് ബൈ 5.03, 72.5 days. എന്നിട്ട് തന്നെ കിട്ടി 72.56 days. യെസ് സർ. ഓക്കെ, സോ ഡേയ്സ് ഇൻ ഇൻവെന്ററി 72.56 ആണ്. ആ 56ൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമില്ല, ഞാൻ 2 പോയിന്റ് എടുത്തിട്ടുള്ളൂ, അതുകൊണ്ടാണ്. ഇനി ഡേയ്സ് ഇൻ അക്കൗണ്ട് റിസീവബിൾ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് അക്കൗണ്ട് റിസീവബിൾ ടേൺ ഓവർ റേഷ്യോ അറിയണം. സോ നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് ഇവിടെ തന്നിട്ടുണ്ട് 62,05,000 ആണ്. ഡിവൈഡഡ് ബൈ ആവറേജ് അക്കൗണ്ട് റിസീവബിൾ, ഇവിടെ ഗ്രോസ് റിസീവബിൾസ് കൊടുത്തിട്ടുണ്ട് 3,50,000 3,20,000 ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ 3,30,000 15 പ്ലസ് 20 3,35,000 കിട്ടും. 3,35,000 അങ്ങനെയാണെങ്കിൽ 62,05,000 ഡിവൈഡഡ് ബൈ 3,35,000 ചെയ്തിട്ടുണ്ടെങ്കിൽ 18.52 ടൈംസ് ആണ് അക്കൗണ്ട് റിസീവബിൾ ടേൺ ഓവർ സംഭവിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 365 ഡിവൈഡ് ബൈ അക്കൗണ്ട് റിസീവബിൾ ടേൺ ഓവർ റേഷ്യോ ചെയ്താൽ 19.7 ഡേയ്സ് ആണ് അക്കൗണ്ട് റിസീവബിൾ ഡേയ്സ്. ഓക്കെ, 19.7 ഇത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലസ് 72.56 ആഡ് ചെയ്താൽ 92.26 ആണ് കിട്ടി. റൗണ്ട് ആക്കിയിട്ട് 92.2 ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് കിട്ടി. ക്ലിയർ ആണ്? നിങ്ങൾ ട്രൈ ചെയ്യാത്ത ക്വസ്റ്റ്യന്റെ അടുത്താണ് പറയണേ, ഞാൻ വേണമെങ്കിൽ സമയം തരാം. 31 കഴിഞ്ഞു. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 1. ക്വസ്റ്റ്യൻ നമ്പർ 1 ഇതാ ഫാക്ട് പാറ്റേൺ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. എന്താ ചോദിച്ചതെന്ന് വെച്ചാല് അസ്യൂമിങ് 360 day per year days purchase in accounts payable. ഓക്കെ, അക്കൗണ്ട്സ് പേബിൾ ഡേയ്സ് ആണ് ചോദിച്ചത്. ഡേയ്സ് ഇൻ അക്കൗണ്ട്സ് പേബിൾ
ഓക്കെ, എന്തൊക്കെ കൊടുത്തിട്ടുള്ളത്? എത്ര ആൻസർ ഉണ്ട്? ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി 83.53 ഡേയ്സ് അല്ലെ. നോക്കാം, ഇവിടെ നമുക്ക് അക്കൗണ്ട്സ് പേയബിൾ ഡേയ്സ് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് പർച്ചേസ് വേണ്ടേ. അക്കൗണ്ട്സ് പേയബിൾ ഡേയ്സിന് ആദ്യം ഞാൻ അക്കൗണ്ട്സ് പേയബിൾ ടേൺ ഓവർ റേഷ്യോ കണ്ടുപിടിക്കുന്നു. അക്കൗണ്ട്സ് പേയബിൾ ടേൺ ഓവർ റേഷ്യോ എന്നാൽ ക്രെഡിറ്റ് പർച്ചേസ് ഡിവൈഡഡ് ബൈ ആവറേജ് അക്കൗണ്ട്സ് പേയബിൾ ആണ്. ഓക്കെ, ഇയർ 1ന്റെ എൻഡിങ്ങും ഇയർ 2ന്റെ എൻഡിങ്ങും ഉണ്ട്. അതായത് ഇയർ 2ന്റെ സ്റ്റാർട്ടിംഗ് ആണ് ഇയർ 1ന്റെ എൻഡിങ്. ഓക്കെ, ഞാൻ ക്രെഡിറ്റ് പർച്ചേസ് ആദ്യം കണ്ടുപിടിക്കുന്നു. പർച്ചേസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിലേക്ക് പ്ലസ് ക്ലോസിംഗ് ഇൻവെന്ററി മൈനസ് ഓപ്പണിംഗ് ഇൻവെന്ററി ചെയ്യുന്നു. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഇവിടെ തന്നിട്ടുണ്ട് 2,70,000 ആണ്. പ്ലസ് ക്ലോസിംഗ് ഇൻവെന്ററി ക്ലോസിംഗ് സമയത്ത് 70,000 ആണ്. 70,000 ആഡ് ചെയ്യുന്നു. മൈനസ് ബിഗിനിങ് ഇൻവെന്ററി, അതായത് കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റത്തെ ബാലൻസ് ഈ വർഷത്തെ സ്റ്റാർട്ടിംഗ് ബാലൻസ് മൈനസ് 60,000. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ 2,70,000ലേക്ക് 70,000 ആഡ് ചെയ്യുന്നു, 60,000 ലെസ് ചെയ്യുന്നു. സിമ്പിൾ ആയിട്ട് ഈ ഡിഫറൻസ് ആയിട്ടുള്ള 10,000 ജസ്റ്റ് ആഡ് ചെയ്താൽ മതി. 2,80,000 ആണ് നമ്മളെ ക്രെഡിറ്റ് പർച്ചേസ്. ഓക്കെ, ഇനി ഞാനത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ക്രെഡിറ്റ് പർച്ചേസ് എന്ന് പറഞ്ഞാൽ 2,80,000 ആണ്. 2,80,000 ആണ് ഡിവൈഡ് ബൈ ആവറേജ് അക്കൗണ്ട്സ് പേയബിൾ. 50,000 ഉണ്ട്, 80,000 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ 1,30,000 ഡിവൈഡ് ബൈ 2 65,000 ആണ്. 65,000 ആണ് ആവറേജ് അക്കൗണ്ട്സ് പേയബിൾ. അങ്ങനെയാണെങ്കിൽ 2,80,000 ഡിവൈഡ് ബൈ 65,000 ചെയ്താൽ 4.30 സംതിങ് ആണ്. അത്രയും ടൈംസ് ആണ് അക്കൗണ്ട്സ് പേയബിൾ ടേൺ ഓവർ സംഭവിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു വർഷം 360 ഡേയ്സ് ആണ് അവർ അസ്യൂം ചെയ്യാൻ പറഞ്ഞത്. ഞാൻ മൊത്തം പോയിന്റ് എടുക്കുന്നില്ല, 4.307 എടുക്കുന്നുള്ളൂ. 360 ഡിവൈഡ് ബൈ 4.307, അതായത് 83.5, റൗണ്ട് ആക്കിയിട്ട് 83.53 ഡേയ്സ്. എന്നിട്ട് ചെയ്ത് അതെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 10. ചെറിയ ക്വസ്റ്റ്യൻ, എല്ലാം സിമ്പിൾ. The ratio that measures the firm's ability to generate sales from its assets. അല്ലേ, ഇതൊക്കെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏതാ? എന്താ സംശയം ഉണ്ടോ? ടോട്ടൽ അസറ്റ് ടേൺ ഓവർ, ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ ഒന്നും തരാത്തതുകൊണ്ട് ഒരു ഇതുണ്ടോ? ഇല്ല. നമുക്ക് അസറ്റ് ടേൺ ഓവർ റേഷ്യോസ് എന്ന് പറഞ്ഞാല് എന്താണ് അതിന്റെ അർത്ഥം? നമ്മൾ ഈ വർഷം യൂസ് ചെയ്തിട്ടുള്ള അസറ്റ്സിൽ നിന്നും ആവറേജ് അസറ്റ്സിൽ നിന്നും എത്ര സെയിൽസ് നമ്മൾ ജനറേറ്റ് ചെയ്തു. ഓക്കെ, അതിന്റെ ഒരു മെഷർമെന്റ് ആണല്ലോ അസറ്റ് ടേൺ ഓവർ റേഷ്യോസ്. അത് രണ്ട് തരത്തിലുണ്ട്. ടോട്ടൽ അസറ്റ് ടേൺ ഓവർ റേഷ്യോ ഉണ്ട്, ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ ഉണ്ട്. അത്രേ ഉള്ളൂ. ഓക്കെ, ടോട്ടൽ അസറ്റ് ടേൺ ഓവർ റേഷ്യോയിൽ നമ്മൾ ആവറേജ് ഈ വർഷം യൂസ് ചെയ്തിട്ടുള്ള ടോട്ടൽ അസറ്റ്സ് യൂസ് ചെയ്തിട്ട് എത്ര സെയിൽസ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിച്ചു, അതാണ് ടോട്ടൽ അസറ്റ് ടേൺ ഓവർ റേഷ്യോന്റെ മെഷർമെന്റ്. ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ എന്ന് വെച്ചാൽ നമ്മൾ ആവറേജ് ഈ വർഷം യൂസ് ചെയ്തിട്ടുള്ള നോൺ കറന്റ് അസറ്റ്സ് യൂസ് ചെയ്തിട്ട് എത്ര സെയിൽസ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിച്ചു. ഓക്കെ, അതാണ് അതിന്റെ ഇന്റർപ്രിട്ടേഷൻ. ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. ക്വസ്റ്റ്യൻ 10 കഴിഞ്ഞാൽ Yes, sir. ക്വസ്റ്റ്യൻ 26. എന്താ ചോദിച്ചിട്ടുള്ളത്? If the Ben Johnson company's cash cycle is 51.4 days, its days purchase in accounts payable. Okay, cash cycle 41.4 days ആണെങ്കിൽ accounts payable days ആണ് ചോദിച്ചത്. എത്ര ആൻസർ കിട്ടി? ഓപ്ഷൻ എ 40. ഇതിൽ എന്താ വെച്ചാൽ ചെറിയ ഡിഫറൻസ് ഉണ്ടോ നിങ്ങൾക്ക് ആൻസർ ആയിട്ട്? 40.86 ആണ് കിട്ടിയിട്ടില്ല, എനിക്ക് sir. കിട്ടിയത്. എത്ര കിട്ടി? 40.86 ആണ്. എത്ര? ഒന്നുകൂടെ വരെ കേട്ടില്ല. 40.86 ആണ് എനിക്ക് കിട്ടിയത്. എനിക്ക് കിട്ടിയിട്ടില്ല, sir. ആരാധന ചെയ്തിട്ടില്ല. ഓക്കെ, അങ്ങനെയാണ് ഇപ്പൊ ഒന്ന് ചെയ്തത്. ഇത് ഇൻ കേസ് ഈ ഓപ്ഷൻ ആയി ചെറിയ ഡിഫറൻസ് വരാൻ ചാൻസ് ഉണ്ട്. 40 നിങ്ങളൊന്ന് ചെയ്ത നമുക്ക് ക്യാഷ് സൈക്കിൾ അറിയാം. ഓക്കെ,
അതായത് ഓപ്പറേറ്റിംഗ് സൈക്കിൾ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇൻവെന്ററി ഡേയ്സും അക്കൗണ്ട് റിസീവബിൾ ഡേയ്സും ആഡ് ചെയ്താൽ മതി. ഓക്കെ, ക്യാഷ് സൈക്കിൾ അഥവാ ഓപ്പറേറ്റിംഗ് സൈക്കിളിൽ നിന്നും അക്കൗണ്ട്സ് പേയബിൾ ലെസ് ചെയ്താൽ കിട്ടാൻ പോകുന്ന ക്യാഷ് സൈക്കിൾ 51.4 ആണ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അറിയേണ്ടത് അക്കൗണ്ട്സ് പേയബിൾ ഡേയ്സ് എത്രയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഓപ്പറേറ്റിംഗ് സൈക്കിൾ എത്രയാണെന്ന് പറഞ്ഞാൽ നമുക്ക് അതിൽ നിന്നും അക്കൗണ്ട്സ് പേയബിൾ ഡേയ്സ് കണ്ടുപിടിക്കാൻ പറ്റും. 45 ആണ് എനിക്ക് കിട്ടുന്നത്. അതെ അതെ 45. അതെ അതെ 44 പോയിന്റ് സംതിങ്. 96 ഓപ്പറേറ്റിംഗ് സൈക്കിൾ ഉണ്ട്. പിന്നെ ഇതിൽ നിന്ന് 51 ലെസ് ചെയ്യുമ്പോൾ 45. 44 പോയിന്റ് സംതിങ് 45 എന്നാണ് ആൻസർ. ഈ എനിക്ക് ഓപ്ഷൻ കറക്റ്റ് 92.26 കിട്ടിയേ ഓപ്പറേറ്റിംഗ് സൈക്കിൾ. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, ഓപ്പറേറ്റിംഗ് സൈക്കിൾ കിട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് ഇൻവെന്ററി ഡേയ്സും അക്കൗണ്ട് റിസീവബിൾ ഡേയ്സും ആഡ് ചെയ്താൽ മതി. അത് ചെയ്താൽ എനിക്ക് ഓപ്പറേറ്റിംഗ് സൈക്കിൾ കിട്ടും. ആ ഓപ്പറേറ്റിംഗ് സൈക്കിളിൽ നിന്നും എന്റെ അക്കൗണ്ട്സ് പേയബിൾ ഡേയ്സ് ആണ് എനിക്ക് കിട്ടേണ്ടത്. ഓപ്പറേറ്റിംഗ് സൈക്കിളിൽ നിന്ന് അക്കൗണ്ട്സ് പേയബിൾ ഡേയ്സ് ലെസ് ചെയ്താൽ കിട്ടാൻ പോകുന്ന ക്യാഷ് സൈക്കിൾ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഓപ്പറേറ്റിംഗ് സൈക്കിളിലെയും ക്യാഷ് സൈക്കിളിലെയും ഡിഫറൻസ് എടുത്താൽ അക്കൗണ്ട്സ് പേയബിൾ ഡേയ്സ് കിട്ടും. ഓക്കെ, സോ നമുക്ക് ഇവിടെ ക്യാഷ് സൈക്കിൾ എത്രയാണെന്ന് അറിയാം. ഓപ്പറേറ്റിംഗ് സൈക്കിൾ അറിയില്ല, പക്ഷെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ക്യാഷ് സൈക്കിൾ 51.4 ഡേയ്സ് ആണ് നമുക്കറിയാം. ഈ 51.4 എങ്ങനെ കിട്ടി? ഓപ്പറേറ്റിംഗ് സൈക്കിളിൽ നിന്നും ഏതോ ഒരു ഡേയ്സ് ലെസ് ചെയ്തപ്പോഴാണ്, അതായത് അക്കൗണ്ട്സ് പേയബിൾ ഡേയ്സ് അല്ലെ. അത് ലെസ് ചെയ്യുമ്പോൾ നമുക്ക് ക്യാഷ് സൈക്കിൾ കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ഓപ്പറേറ്റിംഗ് സൈക്കിൾ മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഓപ്പറേറ്റിംഗ് സൈക്കിൾ കണ്ടുപിടിക്കണമെങ്കിൽ ഇൻവെന്ററി ഡേയ്സും അക്കൗണ്ട് റിസീവബിൾ ഡേയ്സും നമുക്കറിയാം. സോ ഞാനിതാ ഇൻവെന്ററി ഡേയ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ 365 ഡിവൈഡ് ബൈ ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ ചെയ്യുന്നു. 365 ഡിവൈഡ് ബൈ ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ. ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ കിട്ടാൻ വേണ്ടിയിട്ട് ഇതാ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെന്ററി. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറഞ്ഞാൽ 43,80,000 ഡിവൈഡ് ബൈ ആവറേജ് ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ 8,70,000 ഡിവൈഡ് ബൈ 9,60,000 ഡിവൈഡ് ബൈ 2 ആണ് 9,50,000. സർ, ഇതിൽ 9,60,000 എടുക്കേണ്ട ആവശ്യമുണ്ടോ? അത് ഇയർ 3യുടെ അല്ലേ? അപ്പൊ പിന്നെ എങ്ങനെ നമ്മൾ ഇയർ 2 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇയർ 3യുടെ ഇൻവെന്ററി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെ ചെയ്തപ്പോഴാണോ നിങ്ങൾക്ക് എനിക്ക് കറക്റ്റ് 40.86. കാരണം ഞാൻ ഇയർ 3 ആവുകൊണ്ട് ഞാൻ അതിന്റെ ആവറേജ് ഔട്ട് ചെയ്തില്ല, ഇൻവെന്ററി അതന്നെ എടുത്തു. ഡിസംബർ 31 ഇയർ 2, ഡിസംബർ 31 ഇയർ 3 ആണ് അല്ലേ? Okay, if the Benz Johnson company's cash cycle for year 2 is 15. Okay, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ രീതിയിൽ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ആൻസർ കറക്റ്റ് കിട്ടും. ഓക്കെ, സോ ഇത് ഇയർ 1 ആണ് എന്നുള്ള അസംപ്ഷനാണ് ഞാൻ ചെയ്തത്. ഇയർ 1 ആണ് നമ്മൾ ആവറേജ് എടുത്താൽ മതി. ഇവിടെ 1 ഇല്ലാതെ അപ്പൊ നിങ്ങൾ അക്കൗണ്ട് റിസീവബിൾ ബാലൻസ് ഇങ്ങനെ തന്നെ എടുത്ത് 3,35,000 തന്നെ എടുത്ത് ഏതാ അക്കൗണ്ട് റിസീവബിൾ ഡേയ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 3,35,000 എടുത്തുള്ളൂ, 50 എടുത്തില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കറക്റ്റ് കിട്ടാൻ ചാൻസ്. ഞാനിവിടെ ഇയർ 3 എന്നുള്ളത് ശ്രദ്ധിച്ചില്ല, ഇയർ 1 ആണ് ശ്രദ്ധിച്ചത്. ഇയർ 1 ആണെന്നാണ് ഞാൻ സാർ പറഞ്ഞ പോലെ തന്നെ ഞാൻ ചെയ്തത്, അതുകൊണ്ട് 45 വന്നത്. പക്ഷെ ഓപ്ഷനിൽ ഇല്ലായിരുന്നു. ആവറേജ് എടുത്തില്ലേ? ഓക്കെ, ഞാനിവിടെ ഞാൻ 1 ആണെന്നുള്ള അസംപ്ഷനിൽ ഇങ്ങനെ ഞാൻ ആവറേജ് എടുത്താണ്. സോറി, എന്റെ മിസ്റ്റേക്ക് ആണ്. ഇവിടെ 3 ആണ്. നമുക്ക് ഈ തന്നിട്ടുള്ള എമൗണ്ടുകളെ ആവറേജ് ആക്കിയിട്ട് എടുക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ 8,70,000, 9,15,000 ഞാൻ എടുക്കുന്നില്ല. 9,50,000 എടുക്കുന്നില്ല. ഇവിടെ ഇയർ 2യുടെ ലാസ്റ്റ് തന്നിട്ടുള്ള ഇൻവെന്ററിയുടെ ലാസ്റ്റ് ബാലൻസ് 8,70,000 ഞാൻ ആവറേജ് ആക്കി എടുത്തു. അങ്ങനെയാണെങ്കിൽ 43,80,000 ഡിവൈഡഡ് ബൈ 8,70,000 ചെയ്തിട്ടുണ്ടെങ്കിൽ 5.03 ആണ് നമ്മൾ ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ. ഞാൻ 2 പോയിന്റ് എടുക്കുന്നുള്ളൂ. 365 ഡിവൈഡഡ് ബൈ 5.03 ചെയ്തിട്ടുണ്ടെങ്കിൽ 72.56. ഇൻവെന്ററി ഡേയ്സ് എന്ന് പറഞ്ഞാൽ 72.56 ഡേയ്സ് ആണ് നമ്മുടെ ഇൻവെന്ററി ഡേയ്സ്. 72.56 ആണ് ഇൻവെന്ററി ഡേയ്സ്. സോ നമുക്ക് ഇൻവെന്ററി ഡേയ്സ് കിട്ടി. ഓപ്പറേറ്റിംഗ് സൈക്കിൾ ഈസ് ഈക്വൽ ടു ഇൻവെന്ററി ഡേയ്സ് പ്ലസ് അക്കൗണ്ട് റിസീവബിൾ ഡേയ്സ് ആണ്. സോ ഇൻവെന്ററി ഡേയ്സ് എന്നുള്ളത് 72.56 ആണ്.
പ്ലസ് ഇനി അക്കൗണ്ട് റിസീവബിൾ ഡേയ്സ് കാണണം. അക്കൗണ്ട് റിസീവബിൾ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് ഒഴിവാക്കുന്നു, കാരണം ഇയർ 3 ആണ്. ഇതാ നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് ഇവിടെ തന്നിട്ടുണ്ട്, അക്കൗണ്ട് റിസീവബിൾ തന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതാ ക്രെഡിറ്റ് സെയിൽസ്. ആദ്യം ഞാൻ അക്കൗണ്ട് റിസീവബിൾ ടേൺ ഓവർ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ ആവറേജ് അക്കൗണ്ട് റിസീവബിൾ ചെയ്യുന്നു. ക്രെഡിറ്റ് സെയിൽസ് 62,05,000 ആണ്, ഡിവൈഡഡ് ബൈ ഇയർ 2 അക്കൗണ്ട് റിസീവബിൾ ബാലൻസ് 3,35,000. അങ്ങനെയാണെങ്കിൽ അക്കൗണ്ട് റിസീവബിൾ ടേൺ ഓവർ റേഷ്യോ നമുക്ക് കിട്ടാൻ പോകുന്നത് 62,05,000 ഡിവൈഡഡ് ബൈ 3,35,000. അങ്ങനെയാണെങ്കിൽ 18.52 ആണ്. 18.52 ടൈംസ് ആണ് നമ്മുടെ അക്കൗണ്ട് റിസീവബിൾ ടേൺ ഓവർ സംഭവിക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു വർഷത്തിൽ 365 ഡിവൈഡ് ബൈ 18.52 ചെയ്താൽ ഇദ്ദേഹം ഫുള്ള് പോയിന്റ് എടുത്തിട്ടുണ്ട്. 365 ഡിവൈഡഡ് ബൈ MRC 19.7. ഓക്കെ, 19.7 ഡേയ്സ് ആണ് നമ്മുടെ അക്കൗണ്ട് റിസീവബിൾ ഡേയ്സ്. സോ ഇൻവെന്ററി ഡേയ്സ് 72.56 ആണ്, അക്കൗണ്ട് റിസീവബിൾ ഡേയ്സ് 19.7 ഡേയ്സ് ആണ്. ഓക്കെ, സോ നമ്മുടെ ടോട്ടൽ ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഇതിന് വേണ്ടി ടോട്ടലാണ് 19.7 72.56. ഓക്കെ, 92.26 ഡേയ്സ് ആണ്. ഓക്കെ, നമ്മുടെ ഓപ്പറേറ്റിംഗ് സൈക്കിൾ. ഇതാ നമ്മുടെ ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ 92 ഡേയ്സ് ആണ്. ഓക്കെ, ഇനി നമുക്ക് ക്യാഷ് സൈക്കിൾ എങ്ങനെ കിട്ടാന്ന് വെച്ചാൽ ഈ ഓപ്പറേറ്റിംഗ് സൈക്കിളിൽ നിന്നും അക്കൗണ്ട്സ് പേയബിൾ ഡേയ്സ് ലെസ് ചെയ്യുക. ഓക്കെ, അങ്ങനെ ചെയ്താൽ കിട്ടാൻ പോണ ക്യാഷ് സൈക്കിൾ 51.4 ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓപ്പറേറ്റിംഗ് സൈക്കിൾ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 92 ഡേയ്സ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിന്റെ രണ്ടിന്റെ ഡിഫറൻസ് ആയിരിക്കും നമ്മൾ അക്കൗണ്ട്സ് പേയബിൾ ഡേയ്സ്. അല്ലെ, നമ്മുടെ ഓപ്പറേറ്റിംഗ് സൈക്കിളിന് ഏതോ ഒരു ഡേയ്സ് ലെസ് ചെയ്താൽ നമുക്ക് ക്യാഷ് സൈക്കിൾ കിട്ടും. നമ്മുടെ ഓപ്പറേറ്റിംഗ് സൈക്കിളിൽ അക്കൗണ്ട്സ് പേയബിൾ ലെസ് ചെയ്താൽ നമുക്ക് ക്യാഷ് സൈക്കിൾ കിട്ടും. അങ്ങനെയാണെങ്കിൽ ഞാൻ അക്കൗണ്ട്സ് പേയബിൾ ഇങ്ങോട്ട് കൊണ്ടിരുന്നു, ഈ പ്ലസ് പോസിറ്റീവ് 51.4 ഇങ്ങോട്ട് കൊണ്ടിരുന്നു. അങ്ങനെയൊക്കെയാണ് മാത്തമാറ്റിക്കൽ. അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഓപ്പറേറ്റിംഗ് സൈക്കിളിൽ അക്കൗണ്ട്സ് പേയബിൾ ലെസ് ചെയ്താൽ ഈ ക്യാഷ് സൈക്കിൾ കിട്ടും. സോ അതിനാണ് ഡിഫറൻസ് എടുത്താൽ മതി. 92.26 മൈനസ് 51.4 ചെയ്താൽ 40.86 ആണ് എനിക്ക് കിട്ടിയത്. 40.81. ക്ലിയർ ആണോ? ഓക്കെ, അക്കൗണ്ട്സ് പേയബിൾ ഈസ് 92 മൈനസ് 51.4, അതായത് 40.81 ഡേയ്സ്. ആരാധന ക്ലിയർ ആണോ? ഓക്കെ, ഞാനിവിടെ ഇയർ 1 എന്നുള്ള അസംപ്ഷനിലാണ് ഞാൻ ആവറേജ് ആദ്യം എടുത്ത്. ഇവർ 3 ആണെന്ന സ്ഥിതിക്ക് നമ്മളോട് ചോദിച്ചത് ഇയർ 2 സ്ഥിതിക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഇയർ 3 ആണ് ചോദിച്ചതെന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഇയർ 2 ഇയർ 3 ആവറേജ് എടുക്കാം. ഓക്കെ, ഇനിയിപ്പോ ഇവിടെ ഇയർ 1 എടുത്താലും ആവറേജ് എടുക്കാം, കാരണം ഇയർ 1 ലാസ്റ്റ് ഇയർ 2 ലാസ്റ്റ്. സോ ഇയർ 2 ഫസ്റ്റും ഇയർ 2 ലാസ്റ്റും. ഇവിടെ ഇയർ 2 ആണ് ചോദിച്ചത്, ഇയർ 3 ലാസ്റ്റിലുള്ള ബാലൻസ് ആണ് കൊടുത്തതുകൊണ്ട് നമ്മൾ ആവറേജ് എടുക്കേണ്ട, ഇതെടുത്താൽ മതി. ഓക്കെ, ക്ലിയർ അല്ലേ ഈ ക്വസ്റ്റ്യൻ? 26. Yes, sir. ഓക്കെ, Yes, sir. നെക്സ്റ്റ് 47. 47 എന്താ ചോദിച്ചതെന്ന് വെച്ചാല് ഫേംസ് ആവറേജ് കളക്ഷൻ പീരീഡ് ആണ് ചോദിച്ചത്. ഡേയ്സ് ഇൻ അക്കൗണ്ട് റിസീവബിൾ എത്ര കിട്ടി? Option A. ഓപ്ഷൻ 22 ഡേയ്സ് ആണ്. ഓക്കെ, a firm sells 20,000 automobiles per year for 25,000 each. 20,000 ഓട്ടോമൊബൈൽസ് വിൽക്കുന്നുണ്ട്. 25,000 ആണ് ഒന്നിന്റെ സെല്ലിംഗ് പ്രൈസ്. The firm's average receivables are 30 million and average inventory. Okay, average inventory നമുക്ക് വേണ്ട. Okay, the firm's average collection period is closest to which one of the following? നമുക്ക് ഏത് രീതിയിൽ ചെയ്യാം? ഞാൻ ആദ്യം ഡേയ്സ് ഇൻ അക്കൗണ്ട് റിസീവബിൾ കാണാൻ വേണ്ടിയിട്ട് അക്കൗണ്ട് റിസീവബിൾ ടേൺ ഓവർ റേഷ്യോ ഞാൻ ആദ്യം കാണുന്നു. ഓക്കെ, ക്രെഡിറ്റ് സെയിൽസ് നമുക്ക് ക്യാഷ് സെയിൽസ് ആണോ ക്രെഡിറ്റ് സെയിൽസ് ആണോ? ഇതാണ് നമ്മൾ ടോട്ടൽ സെയിൽസ്. 20,000 യൂണിറ്റ് വിറ്റു, 25,000 രൂപക്ക് ഒന്നിന്. ഓക്കെ, ഇതാണ് നമ്മുടെ ടോട്ടൽ സെയിൽസ്. അതിൽ ക്യാഷ് എത്ര ക്രെഡിറ്റ് എത്ര എന്ന് പറയാത്ത സ്ഥിതിക്ക് മൊത്തം ക്രെഡിറ്റ് ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ക്രെഡിറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ ആവറേജ് അക്കൗണ്ട്സ് റിസീവബിൾ. ഇവിടെ ആവറേജ് അക്കൗണ്ട് റിസീവബിൾസ് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് കൊടുത്തത് 30 million.
സോ നമ്മൾ വീണ്ടും അതിന് ആവറേജ് ആക്കേണ്ട ആവശ്യമില്ല. സോ ക്രെഡിറ്റ് സെയിൽസ് പറഞ്ഞാൽ ക്രെഡിറ്റ് സെയിൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിറ്റ യൂണിറ്റ്സ് 20,000 ആണ്, ഇൻറ്റു ടോട്ടൽ യൂണിറ്റ്സ് വിറ്റത് 25,000 ആണ്. ഓക്കെ, വലിയ എമൗണ്ട് ആയിരിക്കും വരിക. 20,000 യൂണിറ്റ്സ് ഇൻറ്റു 25,000, അതായത് 500 മില്യൺ. ഓക്കെ, 500 മില്യൺ. സോ ക്രെഡിറ്റ് സെയിൽസ് കിട്ടി, ആവറേജ് അക്കൗണ്ട് റിസീവബിൾ 30 മില്യൺ കിട്ടി. സോ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് 500 മില്യൺ ഡിവൈഡഡ് ബൈ 30 മില്യൺ. അതായത് നമ്മുടെ അക്കൗണ്ട് റിസീവബിൾ ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുന്നത്, അക്കൗണ്ട് റിസീവബിൾ ടേൺ ഓവർ റേഷ്യോ എന്നത് ക്രെഡിറ്റ് സെയിൽസ് ആയിട്ടുള്ള 500 മില്യൺ ഡിവൈഡഡ് ബൈ 30 മില്യൺ. 500 ഡിവൈഡ് ബൈ 30 ചെയ്താൽ മതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ അക്കൗണ്ട് റിസീവബിൾ ടേൺ ഓവർ റേഷ്യോ കിട്ടുന്നത് 16.66 ടൈംസ് ആണ്. 16.66 ടൈംസ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഡേയ്സ് ഇൻ അക്കൗണ്ട്സ് റിസീവബിൾ എന്ന് പറഞ്ഞത് 365 ആണ്. ഇവിടെ അസ്യൂം ചെയ്യാൻ പറഞ്ഞത് 365 ഡേയ്സ് ആണ്. 365 ഡിവൈഡഡ് ബൈ 16.66 ചെയ്താൽ 21.9 ആണ് കിട്ടി. റൗണ്ട് ആക്കിയിട്ട് 22 ഡേയ്സ്. ഇങ്ങനെ തന്നെ ലേറ്റ് ചെയ്യുന്നത്. Yes, sir. Yes, sir. ഇതൊക്കെ ചെയ്തിട്ടുണ്ടോ ആരാധന? ആ ഇതുവരെ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് 24. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എന്താ ചോദിച്ചതെന്ന് വെച്ചാല്, എ കോർപ്പറേഷൻ ഹാസ് ഡേ സെയിൽസ് ഇൻ റിസീവബിൾസ് 40, ഡേ സെയിൽസ് ഇൻവെന്ററി 45 ഡേയ്സ്, ക്യാഷ് സൈക്കിൾ 30 ഡേയ്സ്. അങ്ങനെയാണെങ്കിൽ അക്കൗണ്ട്സ് പേയബിൾ ഡേയ്സ് എത്രയാണെന്ന് ചോദിച്ചു. എത്ര ആൻസർ? ഓപ്ഷൻ സി. Let's see. പ്രൊഫഷണൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഞാൻ എല്ലാം ചെയ്തപ്പോ. അതെങ്ങനെ ഒരാളും ചെയ്യാത്തില്ല? സർ ഫസ്റ്റ് റേഷ്യോസ് പറയുന്ന സമയത്ത് വേഗം വേഗം ചെയ്തു. ഗ്യാപ്പിൽ ചെയ്തില്ലേ? ഓക്കെ, ഇവിടെ കോർപ്പറേഷൻ ഹാസ് ഡേ സെയിൽസ് ഇൻ റിസീവബിൾ, അതായത് അക്കൗണ്ട്സ് റിസീവബിൾ ഡേയ്സ് എന്ന് പറഞ്ഞാൽ, ഡേയ്സ് ഇൻ അക്കൗണ്ട് റിസീവബിൾ എന്ന് പറഞ്ഞാൽ 40 ഡേയ്സ് ആണ്. ഓക്കെ, 40 നമ്മൾ കൺസിഡർ ചെയ്തു. ഇനി ഡേ സെയിൽസ് ഇൻ ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ 45 ഡേയ്സ് ആണ്. ഓക്കെ, അത് നമ്മൾ കൺസിഡർ ചെയ്തു. ഇനി ക്യാഷ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ 30 ഡേയ്സ് ആണ്. ഓക്കെ, ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് അക്കൗണ്ട്സ് പേയബിൾ ഡേയ്സ് കണ്ടുപിടിക്കാൻ പറ്റും ഈസി ആയിട്ട്. ഇതാ നമ്മുടെ ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ അക്കൗണ്ട്സ് റിസീവബിൾ ഡേയ്സും, ഓർഡറിൽ തന്നെ അടിച്ച ഓർഡറിൽ ഇൻവെന്ററി ഡേയ്സും അക്കൗണ്ട്സ് റിസീവബിൾ ഡേയ്സും ആണ്. ഇൻവെന്ററി ഡേയ്സ് 45 ഡേയ്സ് ആണ്, അക്കൗണ്ട്സ് റിസീവബിൾ 40 ഡേയ്സ് ആണ്. അതായത് നമ്മുടെ ടോട്ടൽ ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ 85 ഡേയ്സ് ആണ്. ഓക്കെ, നമ്മുടെ ഓപ്പറേറ്റിംഗ് സൈക്കിൾ നമ്മൾ സാധനം വാങ്ങി വിറ്റ് ക്യാഷ് കളക്ട് ചെയ്യാൻ 85 ദിവസം നിൽക്കുന്നുണ്ട്. നമ്മൾ ക്യാഷ് കൊടുത്തിട്ട് ക്യാഷ് കൺവേർട്ട് ചെയ്യാൻ 30 ദിവസമാണ് എടുക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ സാധനം വാങ്ങിയിട്ട് എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് പൈസ കൊടുക്കുന്നത്? ചിന്തിച്ചാൽ തന്നെ കിട്ടും അല്ലേ? 85-ഉം 30-ഉള്ള ഡിഫറൻസ് 55 ഡേയ്സ് ആണ്. ഇനി ക്യാഷ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓപ്പറേറ്റിംഗ് സൈക്കിൾ മൈനസ് ഡേയ്സ് ഇൻ അക്കൗണ്ട്സ് പേയബിൾ ആണ്. ഡേയ്സ് ഇൻ അക്കൗണ്ട്സ് പേയബിൾ ഓപ്പറേറ്റിംഗ് സൈക്കിൾ നമുക്കറിയാം, ക്യാഷ് സൈക്കിൾ 30 ആണ്, ഓപ്പറേറ്റിംഗ് സൈക്കിൾ 85 ആണ് അല്ലെ. 85 ഡേയ്സ് നമ്മൾ ഡേയ്സ് ഇൻ അക്കൗണ്ട്സ് പേയബിൾ കുറച്ചാൽ നമുക്ക് ക്യാഷ് സൈക്കിൾ കിട്ടും. എന്ത് കുറച്ചാലും കിട്ടാം? 55 കുറച്ചാലും കിട്ടും. ക്ലിയർ അല്ലേ? ഈ പോസിറ്റീവിനെ അങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി. 85 മൈനസ് 30 55 കിട്ടും. നിങ്ങൾ നോട്ടിൽ എഴുതുമ്പോൾ ആ രീതിയിൽ തന്നെ ചെയ്തോട്ടോ. പിന്നീട് ബുക്ക് എടുത്ത് നോക്കുമ്പോൾ കൺഫ്യൂഷൻ ആണ്. ഇതിന്റെ കണ്ടിന്യൂഷൻ ആണ് ഇപ്പുറത്ത്. ഓപ്പറേറ്റിംഗ് സൈക്കിൾ ക്യാഷ് സൈക്കിൾ 30 ആണ് നമുക്കറിയാം. 30 ഈസ് ഈക്വൽ ടു ഓപ്പറേറ്റിംഗ് സൈക്കിൾ ആയിട്ടുള്ള 85 മൈനസ് അക്കൗണ്ട്സ് പേയബിൾ ഡേയ്സ്. സോ അക്കൗണ്ട്സ് പേയബിൾ ഡേയ്സ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ 85 മൈനസ് 30 ചെയ്തു. സോ 55 ആണ് അക്കൗണ്ട്സ് പേയബിൾ ഡേയ്സ്. ക്ലിയർ ആണോ? Yes, sir. ഓക്കെ, 24 കഴിഞ്ഞാൽ 15 ആയി. എത്ര കിട്ടി? Let's see. ഓപ്ഷൻ സി 78. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇത് നമ്പർ ഓഫ് ഡേയ്സ് ഇൻ ഓപ്പറേറ്റിംഗ് സൈക്കിൾ അല്ലെ. ഓപ്പറേറ്റിംഗ് സൈക്കിൾ ആണ് ചോദിച്ചത്. ഇൻവെന്ററി ഡേയ്സും അക്കൗണ്ട് റിസീവബിൾ ഡേയ്സും. ഇവിടെ കറണ്ട് റേഷ്യോ നമുക്ക് വേണ്ട.
ഇൻവെന്ററി ടേൺ ഓവർ എത്ര ടൈംസ് ആണെന്നല്ല അവർ കൊടുത്തിട്ടുള്ളത്. ഓരോ ടേൺ ഓവർ സംഭവിക്കാൻ എത്ര ഡേയ്സ് എടുക്കുന്നുണ്ട് അല്ലേ? അഥവാ ഇൻവെന്ററി ഡേയ്സ് ആണ് ഇവർ കൊടുത്തിട്ടുള്ളത്. 54 ഡേയ്സ്. 54 ഡേയ്സ് നമ്മൾ ആഡ് ചെയ്തു. ഇനി അക്കൗണ്ട് റിസീവബിൾ ടേൺ ഓവർ സംഭവിക്കുന്നത് ഓരോ 24 ദിവസം കൂടുമ്പോഴാണ്. സോ 24 ദിവസത്താണ് അക്കൗണ്ട് റിസീവബിൾ ക്യാഷ് കളക്ട് ചെയ്യുന്നത്. കറന്റ് ലയബിലിറ്റീസ് ടേൺ ഓവർ അല്ലേ? അത് ഏതാ ടേൺ ഓവർ? റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്, നമ്മൾ തെറ്റിക്കാൻ വേണ്ടി കൊടുത്തിട്ടുള്ള. സോ 54ഉം 24ഉം 78 അല്ലെ? 78 ആണ് നമ്മുടെ ഓപ്പറേറ്റിംഗ് സൈക്കിൾ. ക്ലിയർ അല്ലേ? ഇനി 59 കഴിഞ്ഞാൽ 17. ഇനി 2 ക്വസ്റ്റ്യൻ കൊടുക്കും. 17 ക്വസ്റ്റ്യൻ, 7ഉം 17ഉം. എത്ര? 17 എത്ര കിട്ടി? ഓപ്ഷൻ സി. സി 3.5. ഇത് നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലേ? ചെയ്തിട്ടുണ്ടോ? ഇത് ചെയ്തിട്ടുണ്ടോ എന്ന് തോന്നുന്നു. കുഴപ്പമില്ല. Yes. ആരാധന, യെസ് സർ. ഇത് ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഓക്കെ. എന്താ ചോദിച്ചതെന്ന് വെച്ചാല് ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ ആണ് ചോദിച്ചിട്ടുള്ളത്. സോ കോസ്റ്റ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതാ ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ ആണ് ചോദിച്ചിട്ടുള്ളത്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെന്ററി. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നമ്മൾ ഇതാ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് വാസ് 24,500. 24,500 divided by average inventory 6,400. 7,600 divided by 2 ചെയ്താൽ 7,000. ആവറേജ് ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ 7,000 ആണ്. ഓക്കെ. സോ 7,000 ഇട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 3.5 ടൈംസ് ആണ് നമ്മുടെ ഇൻവെന്ററി ടേൺ ഓവർ സംഭവിക്കുന്നത്. ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ 3.5 ടൈംസ്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? യെസ് സർ. Yes, sir. ക്ലിയർ. ഓക്കെ. ഒറ്റ ക്വസ്റ്റ്യൻ കൂടെ ഉള്ളൂ. 7th ക്വസ്റ്റ്യൻ. ഓക്കെ. നമ്മൾ നേരത്തെ ചെയ്ത ആ സെയിം ക്വസ്റ്റ്യൻ, അതിന്റെ റിക്വയർമെന്റ് മാറി. നേരത്തെ ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ ആണ് ചോദിച്ചത്, ഇവിടെ റിസീവബിൾ ടേൺ ഓവർ ചോദിച്ചത്. ഓക്കെ. സോ ഇയർ 2ലെയും ഇയർ 3ലെയും അക്കൗണ്ട് റിസീവബിൾ ടേൺ ഓവർ റേഷ്യോ. ഇവിടെ ആവറേജ് റിസീവബിൾസ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തത്. ഓക്കെ. സോ ഇനി നമ്മൾ ആവറേജ് ആക്കേണ്ട ആവശ്യമില്ല. അക്കൗണ്ട്സ് റിസീവബിൾ ടേൺ ഓവർ റേഷ്യോ ഇയർ 2ന്റെ ആദ്യം ചെയ്യാം. അക്കൗണ്ട് റിസീവബിൾ എത്ര? നിങ്ങൾക്ക് ആൻസർ റൈറ്റ് ചെയ്യും. ഓപ്ഷൻ ഡി. Option A. ഓപ്ഷൻ എ ആണോ? ഓപ്ഷൻ ബി അല്ലേ? ഡി ആണോ? 9ഉം 9.5. ഓക്കെ. നമ്മൾ നോക്കാം. അക്കൗണ്ട് റിസീവബിൾ ടേൺ ഓവർ റേഷ്യോ ഈസ് ഈക്വൽ ടു ക്രെഡിറ്റ് സെയിൽസ്. ആ, ഒരു കാര്യം വിട്ടുപോയോ? ഫസ്റ്റ് ലൈൻ ഒന്ന് വായിച്ചു നോക്കിക്കേ സുബിത. 10% cash. 10% ഓഫ് ക്യൂൻസ് നെറ്റ് സെയിൽസ് ആർ ഇൻ ക്യാഷ്. അതായത് എല്ലാ സെയിൽസും ക്രെഡിറ്റ് അല്ല, അതിൽ 10% ക്യാഷ് സെയിൽസ് ആണ്. 90% ആയിരിക്കും ക്രെഡിറ്റ് സെയിൽസ്. അത് എങ്ങനെ എടുത്ത് കൂടാണോ മാർക്ക്? ഒന്ന് ചെയ്ത് നോക്കിയേ. ആരാധന ഒന്ന് എല്ലാവരും ചെയ്ത് നോക്കി.
9 and ഡി 9.35. ആരാധന ഓപ്ഷൻ ഡി. ഓക്കെ. അക്കൗണ്ട് റിസീവബിൾ ടേൺ ഓവർ റേഷ്യോ കിട്ടാൻ വേണ്ടി ക്രെഡിറ്റ് സെയിൽസ് ഡിവൈഡ് ബൈ ആവറേജ് അക്കൗണ്ട് റിസീവബിൾ ചെയ്താൽ മതി. ക്രെഡിറ്റ് സെയിൽസ് നമ്മുടെ ടോട്ടൽ സെയിൽസിന്റെ 90% ആണ്. കാരണം 10% ഓഫ് നെറ്റ് സെയിൽസ് ആർ ഇൻ ക്യാഷ് എന്ന് പറഞ്ഞത്. ഇതാണ് നെറ്റ് സെയിൽസ്. നെറ്റ് സെയിൽസിന് 10% ക്യാഷും 90% ക്രെഡിറ്റ് ആന്ന് പറഞ്ഞിട്ട്. സോ നമ്മൾ അങ്ങനെ എടുത്താൽ മതി. ടോട്ടൽ സെയിൽസ് ഇയർ 2 1200 യൂണിറ്റ്സ് ആണ് വിറ്റത്. ഒരു യൂണിറ്റ് വിറ്റത് 100 റുപ്പീസ് ആണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ സെയിൽസ് 1,20,000 ആണ്. അതിന്റെ 90% എന്ന് പറഞ്ഞാൽ ഇയർ 2 സംഭവിച്ചിട്ടുള്ള ക്രെഡിറ്റ് സെയിൽസ് എന്ന് പറഞ്ഞാൽ 1,20,000 90% അഥവാ 1,08,000. അങ്ങനെയാണെങ്കിൽ അക്കൗണ്ട് റിസീവബിൾ ടേൺ ഓവർ റേഷ്യോ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 1,80,000 അല്ല 1,08,000 ഡിവൈഡഡ് ബൈ ആവറേജ് അക്കൗണ്ട് റിസീവബിൾ. ഇവിടെ ആവറേജ് റിസീവബിൾസ് പറഞ്ഞിട്ടാണ് കൊടുത്തിട്ടുള്ള 12,500 12,000 ഒക്കെ. അപ്പൊ നിങ്ങൾ ബിഗിനിങ് രണ്ട് കൂട്ടിയിട്ട് ആവറേജ് ആക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി ആവറേജിലാണ് കൊടുത്തിട്ടുള്ളത്. സോ ഇയർ 2 ആവറേജ് റിസീവബിൾസ് 12,000. 1,08,000 ഡിവൈഡഡ് ബൈ 12,000 ചെയ്തിട്ടുണ്ടെങ്കിൽ 9 അല്ലെ. ഇയർ 2ന്റെ 9 ആണ്. ഇനി ഇയർ 3ന്റേത് എന്താ ഡിഫറൻസ് എന്ന് വെച്ചാൽ ഒരു യൂണിറ്റ് വിറ്റ് 100 രൂപക്കാണ് ഇയർ 2. ഇയർ 3 സെല്ലിംഗ് പ്രൈസ് മാറുന്നുണ്ട്. സോ ക്രെഡിറ്റ് സെയിൽസ് മാറും. അപ്പം ഇതാ ഇയർ ത്രീയില് അക്കൗണ്ട് റിസീവബിൾ ടേൺ ഓവർ റേഷ്യോ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ക്രെഡിറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ ആവറേജ് അക്കൗണ്ട്സ് റിസീവബിൾ. ഓക്കെ. ക്രെഡിറ്റ് സെയിൽസ് ഈസ് ഈക്വൽ ടു ക്രെഡിറ്റ് സെയിൽസ് പറഞ്ഞാൽ ടോട്ടൽ സെയിൽസിന്റെ 90% ആണ്. ടോട്ടൽ സെയിൽസ് പറഞ്ഞാൽ 1,200 ഇൻറ്റു 125 1,50,000 ആണ് ടോട്ടൽ സെയിൽസ്. അതിന്റെ 90% എന്ന് പറഞ്ഞാൽ ടോട്ടൽ ക്രെഡിറ്റ് സെയിൽസ് പറഞ്ഞാൽ 1,35,000 ആണ്. ഓക്കെ. സോ ക്രെഡിറ്റ് സെയിൽസ് ഡിവൈഡ് ബൈ ആവറേജ് അക്കൗണ്ട് റിസീവബിൾ 14,400 ആണ്. 14,400 ഡിവൈഡ് ബൈ 14,400 ചെയ്താൽ 9.375 കിട്ടും. ഓപ്ഷൻ ഡി. ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. ഓക്കെ. മൊത്തം 16 MCQs നമ്മൾ ചെയ്തു. പിന്നെ ഫസ്റ്റ് എഴുതിയിട്ടുള്ള ക്വസ്റ്റ്യൻ ചെയ്തു. എല്ലാ ക്വസ്റ്റ്യൻസും ക്ലിയർ അല്ലേ? ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഡൗട്ട് ഉണ്ടോ? റിപ്പീറ്റ് ചെയ്യണോ? എന്തെങ്കിലും കോൺസെപ്റ്റുകൾ ഡൗട്ട് ഉണ്ടോ? ഏതെങ്കിലും റേഷ്യോസോ ഏതെങ്കിലും ഡൗട്ട് ഉണ്ടോ? എനിബഡി? ആരാധന? മുസ്ര? Sir. No, sir. ഓക്കെ. സോ 20 മിനിറ്റ് സമയത്ത് നമ്മളെ റേഷ്യോസിലെ ഫസ്റ്റ് വൺ ലിക്വിഡിറ്റി റേഷ്യോസ് 5 നമ്മൾ പഠിച്ചു. അതിനുശേഷം നമ്മൾ പഠിച്ചത് ആക്ടിവിറ്റി റേഷ്യോസ്. ഓക്കെ, അത് നമ്മൾ പഠിച്ചു. അതിൽ മൊത്തം 10 പഠിക്കാനുണ്ട്. ഇനി നാളെ നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ്. ഇത് മൂന്നും കമ്പാരിറ്റീവ്ലി സിമ്പിളാണ്. ഓക്കെ. പക്ഷെ നമ്മൾ നാലാമത്തെ പഠിക്കാൻ പോകുന്നത് ലീവറേജ് റേഷ്യോസ്, കവറേജ് റേഷ്യോസ് അഥവാ സോൾവൻസി റേഷ്യോസ്. ക്യാപിറ്റൽ സ്ട്രക്ചർ, സോൾവൻസി, ലീവറേജ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ നാലാമത്തെ ടൈപ്പ് വരുന്നത്. ഓക്കെ. ലാസ്റ്റ് നമ്മൾ പഠിക്കുന്നത് മാർക്കറ്റ് റേഷ്യോസ്. ഓക്കെ. നമ്മൾ ലിക്വിഡിറ്റി റേഷ്യോസും ആക്ടിവിറ്റി റേഷ്യോസ് ഒക്കെ നമ്മൾ വളരെ സില്ലി ആയിട്ടാണ് പഠിച്ചത്. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാണ്. അത്ര സിമ്പിൾ ആണ്. പ്രോഫിറ്റബിലിറ്റി റേഷ്യോസും ഇതിനേക്കാൾ സിമ്പിൾ ആണ്. പക്ഷെ നമ്മൾ ലാസ്റ്റ് പഠിക്കാൻ പോകുന്ന രണ്ടെണ്ണം അങ്ങനെയല്ല, കുറച്ചൊന്ന് ചിന്തിക്കാനുണ്ടാവും. ഓക്കെ, കുറച്ചൊരു കോംപ്ലക്സിറ്റി ഉണ്ടാവും. നമ്മൾ കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ കുറച്ചൊരു എഫേർട്ട് ഇടേണ്ടി. സീനൊന്നുമില്ല, നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ. സോ നാളെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ആയിരിക്കും. നിങ്ങൾ പറ്റുകയാണെങ്കിൽ ഇന്ന് ഓവർ ഹോംവർക്കൊന്നുമില്ല. ഓക്കെ, പറ്റുകയാണെങ്കിൽ പ്രോഫിറ്റബിലിറ്റി റേഷ്യോസിന്റെ ടെക്സ്റ്റ് ഒന്ന് വായിക്കാൻ ട്രൈ ചെയ്യാം. ഓക്കെ. നമുക്ക് ഏതായാലും ഒരു 15 മിനിറ്റ്സ് ടൈം ഉണ്ട്. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. ഒരു MCQ ഞാൻ അതിൽ വിട്ടുപോയിട്ടുണ്ട്. ഞാൻ അവിടെ ഡിസ്പ്ലേ ചെയ്യാം. ഇത് ആക്ടിവിറ്റി റേഷ്യോസിലെ ഒരു ക്വസ്റ്റ്യൻ അല്ല, നമുക്ക് ലിക്വിഡിറ്റി റേഷ്യോസ് ക്വസ്റ്റ്യൻ വേണമെങ്കിൽ പറയാം. ഒന്ന് വായിച്ചു നോക്കിയേ.
നമ്മുടെ എഫക്ട് ഓഫ് ട്രാൻസാക്ഷൻ ഓൺ ലിക്വിഡിറ്റി ആ ഒരു ടോപ്പിക് പഠിച്ചതിന്റെ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. Corporation H had current assets of 2,50,000 at the beginning of the year ഒരു and ഓപ്ഷൻ ബി ആണ്. option ബി. B അല്ല, എല്ലാ ഓപ്ഷൻസും നോക്കിയിട്ട് പറഞ്ഞു. കറണ്ട് അസറ്റ്സ് 2,50,000 ഉണ്ട്. കറണ്ട് അസറ്റ് 2,50,000 ഉണ്ട്. ഓക്കെ, കറണ്ട് ലയബിലിറ്റീസ് 50,000 ഉണ്ട്. ഇതാണ് അവരുടെ അവസ്ഥ. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ട്രാൻസാക്ഷൻ വുഡ് റിസൾട്ട് ആൻ ഇൻക്രീസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ? ഓക്കെ, ഇതിൽ ഏത് ട്രാൻസാക്ഷൻ നടക്കുമ്പോഴാണ് വർക്കിംഗ് ക്യാപിറ്റൽ കൂടാന്ന് ചോദിച്ചത്? എങ്ങനെയാ വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുക? കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി. അതെ, നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി അല്ലേ? അതായത് ഈ 2,50,000 മൈനസ് 50,000 ചെയ്താൽ കിട്ടുന്ന 2 lakh ആണ് ഇപ്പൊ അവരുടെ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ അല്ലേ? ഈ 2 lakh ഓപ്ഷൻ എ ആണ്. അല്ലല്ല, നല്ല നോക്കിട്ട് പറഞ്ഞു. ടൈം കുറച്ച് സമയം എടുത്തു, കുഴപ്പമില്ല. ഈ 2 lakh ഇപ്പോഴത്തെ കറണ്ട് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ 2 lakh ആണ്. ഇതിൽ ഏത് ട്രാൻസാക്ഷൻ സംഭവിക്കുമ്പോഴാണ് ഈ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ കൂടാന്ന് ചോദിച്ചു. ഈ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ കൂടണമെങ്കിൽ ഒന്നെങ്കിൽ ഈ 2,50,000 കൂടണം അല്ലെ, കറണ്ട് അസറ്റ് കൂടണം, അല്ലെങ്കിൽ കറണ്ട് ലയബിലിറ്റീസ് കുറയണം അല്ലെ? അത് ഓപ്ഷൻ ഡി ഏതെങ്കിലും ആണ് സർ. ഓപ്ഷൻ ഡി. ഡി. എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരണം, ഓപ്ഷൻ മാത്രം പറഞ്ഞു പോരാ. 10 ഡിവിഡൻഡ് കൊടുക്കാൻ അത് മറ്റേ ഇതാവില്ലേ, എന്താ പറയാ, അക്രൂഡ് ഇൻകം. സി ആണോ ഡി ആണോ? ഡി. ഡി. ഡിയിൽ ഡിവിഡൻഡ് ഇല്ലല്ലോ. അല്ല, ബോണ്ട് സോറി. ബോണ്ട്. അപ്പോ അത് അതിന്റെ കറണ്ട് അക്രൂഡ് ലയബിലിറ്റി കറണ്ട് അസറ്റിൽ കൂടില്ലേ കറണ്ട് അസറ്റിൽ എന്ത് കൂടും? ഇൻട്രസ്റ്റ്? അല്ല, ഒന്നുകൂടി 10,000. അതായത് ഇഷ്യൂയിങ് എ 10,000 10,000. 10 year ബോണ്ട് വിത്ത് പ്രിൻസിപ്പൽ ആൻഡ് ഇൻട്രസ്റ്റ് ഡ്യൂ ഇൻ 10 years എന്നാ പറഞ്ഞത്. Yes. അപ്പൊ എന്തൊക്കെ സംഭവിക്കുക? കറണ്ട് അസറ്റിനെ എങ്ങനെ ബാധിക്കും, കറണ്ട് ലയബിലിറ്റിനെ എങ്ങനെ ബാധിക്കും? കറണ്ട് അസറ്റ് കൂടും, കറണ്ട് ലയബിലിറ്റി കുറയും. കറണ്ട് ലയബിലിറ്റി കുറയും. കറണ്ട് ലയബിലിറ്റി കുറയോ? നോക്കിട്ട് ഇല്ലല്ലോ സർ. ഇല്ലല്ല, എങ്ങനെ, എന്തുകൊണ്ടാ പറയാത്തത്? വിത്ത് പ്രിൻസിപ്പൽ ആൻഡ് ഇൻട്രസ്റ്റ് പ്രിൻസിപ്പൽ 10 കൊല്ലത്തിലേക്ക് 10 കൊല്ലത്തിലേ അല്ലെ? കഴിഞ്ഞു. ഓക്കെ, ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഒന്നെങ്കിൽ ഈ 2 lakh നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ കൂടണമെങ്കിൽ കറണ്ട് അസറ്റ് കൂടണം, അല്ലെങ്കിൽ കറണ്ട് ലയബിലിറ്റി കുറയണം. ഇത് രണ്ടും ഒരുമിച്ച് കൂടിയിട്ട് കാര്യമില്ല, അതുപോലെ രണ്ടും ഒരുമിച്ച് കുറഞ്ഞിട്ട് കാര്യമില്ല. ഏതെങ്കിലും ഒന്നിന് സംഭവിക്കുമ്പോഴാണ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ കൂടുക. ഓക്കെ, നമുക്ക് ഓരോ ഓപ്ഷൻസ് നോക്കാം. ഇതാ, പർച്ചേസിങ് ഇൻവെന്ററി, പർച്ചേസിങ് 50,000 ഇൻവെന്ററി വിത്ത് ക്യാഷ് അല്ലെ? ഈ കറണ്ട് അസറ്റിലെ കുറച്ച് പക്ഷെ ക്യാഷ് അത് എടുത്തിട്ട്, ലോങ് ടേം ലൈബിലിറ്റി അല്ലേ ഇത്? അതെ, ഈ ഇൻട്രസ്റ്റ് ഡ്യൂ ഇൻ 10 years അല്ലേ? അതെ. അതെ, ലോങ് ടേം ലയബിലിറ്റി ആണ്. സോ കറണ്ട് അസറ്റ് മാത്രമേ കൂടുന്നുള്ളൂ, കറണ്ട് ലയബിലിറ്റിയിലേക്ക് കറണ്ട് ഒന്നും അസറ്റ് മാത്രം ചേഞ്ച് ആവും. കറണ്ട് അസറ്റ് മാത്രമേ ചേഞ്ച് ആവുന്നു, കറണ്ട് ലയബിലിറ്റിയിലേക്ക് ഒന്നും വരുന്നില്ല. കാരണം പ്രിൻസിപ്പളും ഇൻട്രസ്റ്റ് ഒക്കെ 2,60,000 ആവും. അല്ല, നമ്മള് 2,60,000 ആവും. കറക്റ്റ് എമൗണ്ട് നോക്കണമെന്നില്ല. ശരിയാണ്, 10,000 ക്യാഷ് കിട്ടും. സോ ഈ കറണ്ട് അസറ്റ് 2,60,000 ആവും. ഓക്കെ, സോ 2,10,000 ആയി മാറും നമ്മുടെ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. ഓക്കെ, സോ ആ എമൗണ്ട് കണ്ടുപിടിക്കുക എന്നുള്ളതല്ല, ആ കോൺസെപ്റ്റ് പഠിക്കുക എന്നുള്ളതാണ്. സോ ഈ ഓപ്ഷൻ എ സംഭവിച്ചാല് നമ്മുടെ കറണ്ട് അസറ്റ് 2,50,000 ഉള്ള അതിന്റെ സ്പ്ലിറ്റ് എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, അതിൽ ക്യാഷ് ഉണ്ട്, ഇൻവെന്ററി ഉണ്ട്, എന്തൊക്കെ ഐറ്റംസ് ഉണ്ട്, ഓക്കെ, അക്കൗണ്ട് റിസീവബിൾ ഉണ്ട്. അതിലെ ഒരു 50,000 ക്യാഷ് എടുത്തിട്ട് നമ്മൾ ഇൻവെന്ററി വാങ്ങി. ടോട്ടൽ കറണ്ട് അസറ്റ്സിന് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ? ഇല്ല, ടോട്ടൽ കറണ്ട് അസറ്റ്സ് കൂടിയിട്ടില്ല. ഓക്കെ, കറണ്ട് അസറ്റ്സിലെ 50,000 ക്യാഷ് കുറഞ്ഞിട്ട് ഇൻവെന്ററി ഒരു 50,000 കൂടിയതുള്ളൂ. അത് രണ്ടും സംഭവിച്ചത് കറണ്ട് അസറ്റിന്റെ ഉള്ളിലാണ്. നമ്മുടെ കറണ്ട് അസറ്റ്സിന് മൊത്തത്തിൽ ഒരു ചേഞ്ചും വന്നിട്ടില്ല, കറണ്ട് ലയബിലിറ്റിയിലേക്കും വന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലിൽ ഒരു ചേഞ്ചും ഈ ഒരു ട്രാൻസാക്ഷൻ കൊണ്ട് വരുന്നില്ല. സോ ഓപ്ഷൻ എ അല്ല ആൻസർ. ഈ ഓപ്ഷൻ ബി നോക്കാം. പർച്ചേസിങ് 50,000 ഓൺ ഇൻവെന്ററി ഓൺ അക്കൗണ്ട് അല്ലെ? എന്താ അതിന്റെ അർത്ഥം? നമ്മൾ ഇൻവെന്ററി വാങ്ങിച്ചു, പക്ഷെ
പക്ഷെ ആ പറഞ്ഞു. ലയബിലിറ്റി ഇൻക്രീസ്. അതെ, നമ്മൾ പൈസ കൊടുത്തിട്ടില്ല, ക്രെഡിറ്റിനാണ് ഇൻവെന്ററി വാങ്ങിയിട്ടില്ല. ക്രെഡിറ്റിനാണ് ഇൻവെന്ററി വാങ്ങിയിട്ടില്ല. നമ്മൾ ക്രെഡിറ്റിന് വാങ്ങിക്കുകയാണെങ്കിൽ ഇതാ നമ്മുടെ കറണ്ട് അസറ്റ് ഇൻവെന്ററി കൂടി ഇതാ 2,50,000 ഉള്ളത് 50,000 കൂടി 3 lakh ആയി അല്ലെ. മൈനസ് കറണ്ട് ലാബിലിറ്റി, പണ്ട് 50,000 ആയിരുന്നു, ഇപ്പൊ ഒരു 50,000 അക്കൗണ്ട്സ് പേബിൾ കൂടി വന്നപ്പോ 1 lakh ആയി മാറി. എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ? 2 lakh എന്നല്ലേ, ചേഞ്ച് ഒന്നുമില്ല. ഇനി ഡിക്ലറേഷൻ ഓഫ് ഡിവിഡൻഡ്, ഈ ഡിവിഡൻഡ് ഡിക്ലറേഷനും ഡിവിഡൻഡ് പേയ്മെന്റ് ഒക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത് പാർട്ട് 1 സെക്ഷൻ എയിലാണ്. ഓക്കെ, സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഡിവിഡൻഡ് കൊടുക്കുന്നത് ഡയറക്ട്ലി പോയി ഡിവിഡൻഡ് കൊടുക്കുകയല്ല ചെയ്യുക. ഒരു കമ്പനി അവരുടെ ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കാനുണ്ടെങ്കിൽ ആദ്യം അവർ ഡിവിഡൻഡ് അനൗൺസ് ചെയ്യും. ഓക്കെ, ഇന്ന ഡേറ്റിൽ നമ്മുടെ കമ്പനിയുടെ ഷെയർസ് ഹോൾഡ് ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മൾ ഇത്ര രൂപ ഓരോ ഷെയർസിനും ഡിവിഡൻഡ് കൊടുക്കുന്ന പറഞ്ഞാൽ അനൗൺസ് ചെയ്യും, അഥവാ ഡിക്ലെയർ ചെയ്യും. സോ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് അവർ പേയ്മെന്റ് കൊടുക്കുന്നില്ല, അവർ എന്തേ ചെയ്യുന്നുള്ളൂ, അവർക്ക് ഒരു ലയബിലിറ്റി ആക്കിയിട്ട് വെക്കും. ഓക്കെ, അവർ ലയബിലിറ്റി ആക്കിയിട്ട് വെക്കും. അതായത് നമ്മൾ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുമ്പോൾ ജേർണൽ എൻട്രി എന്താണെന്ന് വെച്ചാൽ, അതൊന്നും നിങ്ങൾക്ക് പഠിക്കേണ്ട ആവശ്യമില്ല, പാർട്ട് 1 ടോപ്പിക്കാണ്. എന്നാലും നമ്മുടെ ഡിവിഡൻഡ് ഡിക്ലെയറേഷൻ എന്നുള്ള ഒരു ഓപ്ഷൻ വന്നുകൊണ്ട് പറഞ്ഞുതരാം. റീറ്റെയിൻഡ് ഏർണിംഗ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിവിഡൻഡ് പെയർ. ഓക്കെ, ഇതാണ് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്താൽ നടക്കുന്ന ജേർണൽ എൻട്രി. അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ അവരുടെ റീറ്റെയിൻ ഏർണിംഗ്സിലുള്ള പൈസ, ആ റീറ്റെയിൻ ഏർണിംഗ്സിലുള്ള കുറച്ച് എമൗണ്ട് എടുത്തിട്ട് അവരുടെ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള രൂപത്തിൽ അവർ അക്കൗണ്ട് ചെയ്യും. അവർ പൈസ കൊടുത്തിട്ടില്ല, അവർ ക്യാഷ് ഒന്നും കൊടുത്തിട്ടില്ല. അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ അവരുടെ റീറ്റെയിൻ ഏർണിംഗ്സിലുള്ള ക്യാഷ് എടുത്തിട്ട് ഡിവിഡൻഡ് പേയബിൾ എന്നുള്ള ഒരു കറന്റ് ലയബിലിറ്റി ആക്കിയിട്ട് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, സോ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അവരുടെ കറന്റ് അസറ്റിനൊന്നും ബാധിച്ചിട്ടില്ല. ഓക്കെ, അവരുടെ റീറ്റേൺ ഏർണിംഗ്സ് ഡെബിറ്റ് ചെയ്തു, അതായത് റീറ്റേൺ ഏർണിംഗ്സ് കുറച്ചു, അതുപോലെ തന്നെ ഡിവിഡൻഡ് പേയ്മെന്റ് കറന്റ് ലയബിലിറ്റി കൂട്ടി. ഓക്കെ, ഇത് ഇപ്പം ഇങ്ങനെ സിമ്പിൾ ആക്കി പഠിച്ചാൽ പോരട്ടോ, ഇത് വലിയ ടോപ്പിക്കാണ്. ഡിവിഡൻഡ് ഡിക്ലറേഷൻ, ഡിവിഡൻഡ് പേയ്മെന്റ്, അതൊക്കെ നിങ്ങൾ പാർട്ട് 1 ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇവിടെ ഞാൻ സിമ്പിൾ ആയിട്ട് ഇപ്പോൾ പറഞ്ഞുതരാം. സോ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്താൽ അവർക്ക് കറന്റ് അസറ്റിനെ ബാധിച്ചിട്ടില്ല, കാരണം അവർ ക്യാഷ് ഒന്നും കൊടുത്തിട്ടില്ല, ഡിക്ലെയർ ചെയ്തിട്ടുള്ളൂ. ഡിവിഡൻഡ് ഡിക്ലറേഷനും ഡിവിഡൻഡ് പേയ്മെന്റും സെപ്പറേറ്റ് പ്രോസസ്സാണ്. ആദ്യം ഒരു ഡേറ്റിൽ അവർ ഡിക്ലെയർ ചെയ്ത ജനുവരി അല്ലെങ്കിൽ ഇന്നത്തെ ഡേറ്റ് മാർച്ച് 10, മാർച്ച് 20 നമ്മുടെ കമ്പനിയുടെ ഷെയർസ് ഹോൾഡ് ചെയ്യുന്ന എല്ലാവർക്കും നമ്മൾ ഒരു ഷെയറിന് 5 രൂപ വെച്ചിട്ട് ഡിവിഡൻഡ് തരുന്നുള്ള ഡിക്ലറേഷൻ നടത്തി കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് അവർ പറയും ഏത് ഡേറ്റിലാണ് റെക്കോർഡ് ഡേറ്റ്, എക്സ് ഡിവിഡൻഡ് ഡേറ്റ്, അങ്ങനെ പേയ്മെന്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഡേറ്റ്സ് ഒക്കെ ഉണ്ട്. പാർട്ട് 1 ഡീറ്റെയിൽ ആയി നിങ്ങൾ പഠിക്കും. സോ ഏത് ഡേറ്റിനാണ് പേയ്മെന്റ് കൊടുക്കാന്ന് കാര്യം അന്ന് തന്നെ ഡിക്ലെയർ ചെയ്യും. ഓക്കെ, സോ ആ പേയ്മെന്റ് നടക്കുന്നത് ഡിക്ലെയർ ചെയ്യുമ്പോഴല്ല, കുറച്ചുകൂടി കഴിഞ്ഞിട്ടാണ്. ഡിക്ലെയർ ചെയ്തിട്ട് കുറച്ചും കൂടി സമയം കഴിഞ്ഞിട്ടാണ് അവർ ഡിവിഡൻഡ് കൊടുക്കുള്ളൂ. സോ ഡിക്ലെയർ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അവരുടെ ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കാനുണ്ട് എന്നുള്ള ഒരു കറന്റ് ലയബിലിറ്റി അവിടെ റൈസ് ആവുന്നുണ്ട്. ഓക്കെ, ഈ ഡിവിഡൻഡ് പേയബിൾ എന്നുള്ളത് കറന്റ് ലയബിലിറ്റിയാണ്. അങ്ങനെയാണെങ്കിൽ അവർ എത്രയാണോ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്ത് അതിനനുസരിച്ചുള്ള കറന്റ് ലയബിലിറ്റീസ് അവിടെ കൂടും. ഓക്കെ, കറന്റ് ലയബിലിറ്റീസ് കൂടുകയാണെങ്കിൽ, ഈ 50,000 കൂടുകയാണെങ്കിൽ ഈ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ കൂടുതൽ ചെയ്യുക, കുറയാണ് ചെയ്യുക. ഓക്കെ, കറന്റ് അസറ്റിനൊന്നും ബാധിച്ചിട്ടില്ല. അതുകൊണ്ട് എന്തല്ല, ഓപ്ഷൻ സിയും അല്ല. ഓക്കെ, ക്ലിയർ ആണോ ഓപ്ഷൻ സി? ഓക്കെ, ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തപ്പോൾ അവർക്ക് കറന്റ് ലയബിലിറ്റീസ് വന്നിട്ടുണ്ട്, കറന്റ് അസറ്റിനെ ബാധിച്ചിട്ടില്ല. സോ കറന്റ് ലയബിലിറ്റീസ് വന്നുകൊണ്ട് അവരുടെ കറന്റ് ലയബിലിറ്റീസ് ഇൻക്രീസ് ആയിട്ട് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ 2 lakhൽ നിന്നും ലെസ് കുറയാണ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ 50,000 കൂടിയിട്ട് 1 lakh ആയിട്ടുണ്ടെങ്കിൽ 2,50,000 മൈനസ് 1 lakh 1,50,000 ആയില്ലേ, 50,000 കുറയില്ലേ. സോ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ കുറയാണ് നമ്മൾ സംഭവിച്ചത്. സോ ഓപ്ഷൻ എ അല്ല, ബി അല്ല, സി അല്ല. ഇനി ഓപ്ഷൻ ഡി, ഇഷ്യൂയിങ് എ 10,000 ബോണ്ട്. ബോണ്ട് എന്ന് പറഞ്ഞാൽ കമ്പനി ബോണ്ട് ഇഷ്യൂ ചെയ്തു അല്ലെ, കടം വാങ്ങാൻ ഡെപ്റ്റിന് വേണ്ടിയിട്ട് ഒരു 10 വർഷത്തേക്കുള്ള ബോണ്ട് ആർക്കോ ഇഷ്യൂ ചെയ്തു. അയാളടുത്ത് നിന്നും 10,000 രൂപ ക്യാഷ് ആയിട്ട് കളക്ട് ചെയ്തു അല്ലെ. ഈ 10,000 ബോണ്ടിന് നോർമലി നമ്മൾ ഇൻട്രസ്റ്റ് ഒരു വർഷം കഴിഞ്ഞിട്ടാണ് കൊടുക്കുക. ഈ 10 വർഷത്തിൽ ബോണ്ട് ഇഷ്യൂ ചെയ്താൽ നമ്മൾ 10 വർഷത്തേക്കും ഇൻട്രസ്റ്റ് കൊടുക്കണം. ഓക്കെ, അതുപോലെ തന്നെ 10 വർഷം കഴിഞ്ഞിട്ട് ഈ 10,000 തിരിച്ചു കൊടുക്കണം. അതാണ് ബോണ്ടിന്റെ ഒരു കാൽക്കുലേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിൻസിപ്പൽ, അതായത് ഈ 10,000 അതിന് കൊടുക്കാനുള്ള ഇൻട്രസ്റ്റും 10 വർഷത്തേക്കുള്ള ഡേറ്റിലാണ്, അല്ലെങ്കിൽ 10 വർഷം സമയം ഉണ്ടെന്നാണ് ഇത് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ 10,000-ന് വർത്തായിട്ടുള്ള ഈ ഒരു ബോണ്ട് ഇഷ്യൂ ചെയ്താൽ ആ 10,000 അവർക്ക് ക്യാഷ് ആയിട്ട് കിട്ടും. ക്യാഷ് ആയിട്ട് കിട്ടിയാൽ 10,000 അവർ ക്യാഷ് റിസീവ് ചെയ്താൽ കറണ്ട് അസറ്റിലേക്ക് ഒരു 10,000 ക്യാഷ് ആക്കി വന്നാൽ കറണ്ട് അസറ്റ് 2,60,000 ആയി അവിടെ.
ഓക്കെ, ഇനി അതിന് കൊടുക്കാനുള്ള ഇൻട്രസ്റ്റും പ്രിൻസിപ്പൾ ഒക്കെ 10 വർഷത്തിലാണ് ഡ്യൂ എന്ന് പറഞ്ഞത്. അപ്പം അത് കറണ്ട് ലാബിലിറ്റീസിലേക്കല്ല വരിക, നോൺ കറണ്ട് ലാബിലിറ്റീസിലേക്കാണ് വരിക. ലോങ് ടേം ബോണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു 10,000 അവരുടെ നോൺ കറണ്ട് ലാബിലിറ്റീസിൽ വരും. സോ കറണ്ട് ലാബിലിറ്റീസിനെ ബാധിച്ചിട്ടില്ല. കറണ്ട് ലാബിലിറ്റീസ് അപ്പോഴും 50,000 തന്നെ. പക്ഷേ കറണ്ട് അസറ്റ് 10,000 ക്യാഷ് റിസീവ് ചെയ്തുകൊണ്ട് 2,50,000 നിന്നും 10,000 ക്യാഷ് കൂടി വന്നപ്പോൾ 2,60,000 ആയി. അങ്ങനെയാണെങ്കിൽ പുതിയ നെറ്റ്വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ 2,60,000 കറണ്ട് അസറ്റും സെയിം 50,000 തന്നെ കറണ്ട് ലാബിലിറ്റീസും. അങ്ങനെയാണെങ്കിൽ 2,10,000 ആയില്ലേ? 10,000 ആയില്ലേ? 10,000 ആയി. വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്തില്ലേ? ആരാധന? യെസ് സർ. ഓക്കെ, Yes, സോ sir. ഓക്കെ, ഓൾസോ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഓക്കെ, സോ ഇവിടെ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യന്റെ ഈ ഒരു ആൻസർ ഡിസ്കസ് ചെയ്യുമ്പോൾ ഒരുപാട് കോൺസെപ്റ്റ് പഠിച്ചു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഹോക്കൊക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഇപ്പൊ ശരിയാക്കിയാലും ഇതെനിക്ക് അറിയാലോ, ശരിയാണല്ലോ, എന്നാൽ ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കണ്ടല്ലോ നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത്. എസ്പെഷ്യലി തിയറി ക്വസ്റ്റ്യൻസ്. ഇങ്ങനെ തിയറി ക്വസ്റ്റ്യൻസിന്റെ റിമൈനിങ് ആയിട്ടുള്ള ഓപ്ഷൻസിന്റെ എക്സ്പ്ലനേഷൻ വായിക്കുമ്പോഴാണ് നമുക്ക് പുതിയ പുതിയ ഓരോ നോളജ് കിട്ടുക. ഓക്കെ, അതിൽ വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലും പോയിന്റ്, നമുക്ക് അറിയാത്ത പുതിയതായിട്ട് തോന്നുന്ന പോയിന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷോർട്ട് നോട്ടിലേക്കൊക്കെ വേണമെങ്കിൽ എഴുതി വെക്കാം. ഓക്കെ, ഇപ്പൊ പ്രോബ്ലംസ് നിങ്ങൾ ചെയ്യുമ്പോൾ എന്തുകൊണ്ട് പ്രോബ്ലംസിന് ഒരു ആൻസർ 3.5, അപ്പൊ ബാക്കി എന്തുകൊണ്ട് തെറ്റി നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ അതിനൊരു ആൻസറേ ഉണ്ടാവും. നിങ്ങൾ തിയറി ക്വസ്റ്റ്യൻസ് ഓക്കിൽ ചെയ്യുമ്പോഴാണ്, തിയറി ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ബാക്കിയുള്ള ഓപ്ഷൻസ് എന്തുകൊണ്ട് തെറ്റി എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത്. നിങ്ങളെ ആൻസർ തെറ്റിപ്പോയാൽ എന്തായാലും നിങ്ങൾ നോക്കണം. ഇനിയിപ്പോ ശരിയായാലും ബാക്കിയുള്ള ജസ്റ്റ് നോക്കിക്കോ, മിസ്സായി പോകണ്ടല്ലോ. സോ ആ രീതിയിൽ ഹോക്കൊക്കെ പ്രാക്ടീസ് ചെയ്യും. പിന്നെ ഹോക്ക് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾ എപ്പോഴും ലാപ്പിൽ തന്നെ പ്രാക്ടീസ് ചെയ്യാൻ ട്രൈ ചെയ്യാം. ഓക്കെ, ലാപ്പ് ഇല്ലാത്തവര് ഒരു ലാപ്പ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ആവശ്യം വരും. ഓക്കെ, സോ ഇപ്പോഴേ വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബെസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ ഫോണിൽ ഹോക്ക് പ്രാക്ടീസ് ചെയ്യുമ്പോൾ വലിയ വലിയ ക്വസ്റ്റ്യൻസ് നമ്മൾ സ്ക്രോൾ ചെയ്ത് കളിക്കണം. നമ്മൾ ലാപ്പിൽ തന്നെ പ്രാക്ടീസ് ചെയ്തിട്ട് നമ്മൾ എക്സാം സെന്ററിൽ നമ്മളെ മുന്നിൽ ഒരു ഡെസ്ക്ടോപ്പ് ഉണ്ടാവും. സോ അതേ സെയിം സ്ക്രീനിന്റെ വലുപ്പമാണ്, കുറച്ചും കൂടി വലുപ്പമുണ്ടാവും. സോ ആ ഒരു സ്ക്രീനിൽ കണ്ടിട്ട് നമ്മൾ എക്സാമിലേക്ക് പോയാൽ നമുക്ക് അതിലേക്ക് പെട്ടെന്ന് ട്രാൻസിഷൻ നടക്കും. നമ്മൾ എക്സാമിന് തലേന്ന് വരെ ഫോണിൽ ഹോക്ക് പ്രാക്ടീസ് ചെയ്തിട്ട് പെട്ടെന്ന് ആ വലിയ സ്ക്രീനിലേക്ക് പറഞ്ഞാൽ നമുക്കൊരു എയിം കിട്ടില്ല. ഓക്കെ, സോ ലാപ്ടോപ്പ് ഉള്ളവർ ഹോക്ക് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ലാപ്ടോപ്പിൽ തന്നെ പ്രാക്ടീസ് ചെയ്യുക. ഇത് ലാപ്പ് ഇല്ലാത്തവർ എന്ത് ചെയ്യുക, മറ്റാണെങ്കിൽ ഒരു സെക്കൻഡിന്റെ ലാപ്ടോപ്പ് ഒക്കെ മതി. ഓക്കെ, ഒരു ലാപ്ടോപ്പ് പർച്ചേസ് ചെയ്തിട്ട് ഹോക്ക് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ലാപ്പിൽ തന്നെ ചെയ്യാൻ നോക്കാം. അത് ഹെൽപ്ഫുൾ ആയിരിക്കും. വലിയ വലിയ തിയറി ക്വസ്റ്റ്യൻസ് ഒക്കെ ഫോണിലും ഒറ്റ സ്ക്രീനിൽ കിട്ടും. വലിയ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ കളിക്കണം. ഓക്കെ, ഒരുപാട് ടൈം പോകും. ഓക്കെ, ആ പ്രശ്നമുണ്ട്. പിന്നെ നമ്മൾ ഫോണിൽ ചെയ്ത് പെട്ടെന്ന് എക്സാമിന് ലാപ്പ് കാണുമ്പോൾ ഒരു 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 സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ടാവും, നമ്മളെ ടൈം വേസ്റ്റ് ആവും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്യുമ്പോൾ ലാപ്പിൽ തന്നെ ചെയ്യാൻ നോക്കാം. സോ ഒരു 3 മിനിറ്റ്സ് ഉണ്ട്. ഇതാ ഒരു ഹോംവർക്ക് കൂടി ഞാൻ തരാം. ഇതും കൂടി ചെയ്താൽ നമ്മുടെ ലിക്വിഡിറ്റി റേഷ്യോസ് കംപ്ലീറ്റ് ആവും. അല്ല, ആക്ടിവിറ്റി റേഷ്യോസ് കംപ്ലീറ്റ് ആവും. നാളെ മുതൽ നമുക്ക് പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് തുടങ്ങാം. പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ഇപ്പം പഠിച്ചതിനെക്കാട്ടും സിമ്പിൾ ആവും. ഓക്കെ, അതിലും പെട്ടെന്ന് കഴിയും. പക്ഷെ ലീവറേജ് റേഷ്യോസും മാർക്കറ്റ് റേഷ്യോസ് ഒക്കെ നമുക്ക് കുറച്ചധികം സമയം വേണ്ടി വരും. കുറച്ചധികം കോൺസെപ്റ്റുകളും അതിലുണ്ട്. പക്ഷെ നമുക്ക് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. സോ ഈ ഒരു ക്വസ്റ്റ്യൻ കൂടി നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ ഫസ്റ്റ് ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തു, പ്രോഫിറ്റബിലിറ്റി റേഷ്യോസിലേക്ക് കടക്കുന്നു. പറ്റുകയാണെങ്കിൽ പ്രോഫിറ്റബിലിറ്റി റേഷ്യോസിന്റെ ടെക്സ്റ്റ് ഒന്ന് വായിച്ചു തരാം. ഓക്കെ, ഞാൻ ക്വസ്റ്റ്യൻ ചെയ്തു. ബിഗിനിങ് അക്കൗണ്ട് റിസീവബിൾ 10,000 ആണ്. എൻഡിങ് അക്കൗണ്ട് റിസീവബിൾ 14,000 ആണ്. ക്യാഷ് സൈക്കിൾ 40 ഡേയ്സ് ആണ്. ക്യാഷ് സൈക്കിൾ 40 ഡേയ്സ് ആണ്. ഇനി കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 1 lakh ആണ്. ബിഗിനിങ് അക്കൗണ്ട്സ് പേയബിൾ ബിഗിനിങ് അക്കൗണ്ട്സ് പേയബിൾ എന്ന് പറയുന്നത് 8,000 ആണ്. എൻഡിങ് അക്കൗണ്ട്സ് പേയബിൾ 12,000 ആണ്. ഇനി ക്രെഡിറ്റ് സെയിൽസ് 1,80,000 ആണ്. Assume 360 days in a year. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെയാ കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ചാൽ
ഫൈൻഡ് ആദ്യം നിങ്ങൾ അക്കൗണ്ട്സ് പേയബിൾ ടേൺ ഓവർ റേഷ്യോ കണ്ടുപിടിക്കും. അക്കൗണ്ട്സ് പേയബിൾ ടേൺ ഓവർ റേഷ്യോ. പിന്നെ ഡേയ്സ് അക്കൗണ്ട്സ് പേയബിൾ. പിന്നെ ഓപ്പറേറ്റിംഗ് സൈക്കിൾ കണ്ടുപിടിക്കുക. അക്കൗണ്ട്സ് റിസീവബിൾ ടേൺ ഓവർ റേഷ്യോ കണ്ടുപിടിക്കുക. ഓക്കെ, ക്രെഡിറ്റ് സെയിൽസിന്റെ കൂടെ ഒറ്റ ഐറ്റം കൂടി ഉണ്ട്, പർച്ചേസും കൂടി ഉണ്ട്. ക്രെഡിറ്റ് പർച്ചേസ് ഈസ് ഈക്വൽ ടു 1,04,000. ഓക്കെ, ഞാൻ ഈ ഫൈൻഡ് എന്ന് പറയുന്ന ഓരോ ഇത് എഴുതിയിട്ടില്ല, ആ ഓർഡറിൽ തന്നെ നിങ്ങൾ ചെയ്യണം കേട്ടോ. ഇപ്പോഴാണ് നിങ്ങൾക്ക് ഒരു കോൺസെപ്റ്റ് മനസ്സിലാവും, ഇല്ലെങ്കിൽ നിങ്ങൾ സ്റ്റെക്കായി പോകും. അക്കൗണ്ട് റിസീവബിൾ ടേൺ ഓവർ റേഷ്യോ. അഞ്ചാമത്തേത് ഡേയ്സ് അക്കൗണ്ട് റിസീവബിൾ, ഡേയ്സ് അക്കൗണ്ട്സ് റിസീവബിൾ. ഓക്കെ, ഇനി ആറാമത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇൻവെന്ററി ഡേയ്സ്. ഇൻവെന്ററി ഡേയ്സ് കണ്ടുപിടിക്കണം. സെവൻത്ത് ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ കണ്ടുപിടിക്കണം. എയ്ത്ത് ആവറേജ് ഇൻവെന്ററി കണ്ടുപിടിക്കണം. ആവറേജ് ഇൻവെന്ററി കണ്ടുപിടിക്കണം. 8 റിക്വയർമെന്റ് ആണല്ലോ. ഈ ക്വസ്റ്റിനും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ആക്ടിവിറ്റി റേഷ്യോസ് കംപ്ലീറ്റ് ആവും. ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞാലെന്ന് പറ. കഴിഞ്ഞു. ആരാധന, മുബഷിറ? കഴിഞ്ഞു സർ. Yes, sir, കഴിഞ്ഞു. ഓക്കെ, അക്കൗണ്ട്സ് പേബിൾ ടേൺ ഓവർ റേഷ്യോ. പർച്ചേസ് ഉണ്ട്, ബിഗിനിങ് അക്കൗണ്ട്സ് പേബിൾ, എൻഡിങ് അക്കൗണ്ട്സ് പേബിൾ ഒക്കെ സിമ്പിൾ ആയിട്ട് കിട്ടും. ഓക്കെ, ഓപ്പറേറ്റിംഗ് സൈക്കിൾ കണ്ടുപിടിക്കാനുണ്ട്. ഓക്കെ, ക്യാഷ് സൈക്കിളും അക്കൗണ്ട്സ് പേബിൾ ഡേയ്സും യൂസ് ചെയ്ത് കണ്ടുപിടിക്കാം. അക്കൗണ്ട് റിസീവബിൾ ടേൺ ഓവർ റേഷ്യോ, ഡേയ്സ് ഇൻ അക്കൗണ്ട് റിസീവബിൾ. ഓക്കെ, ബിഗിനിങ് അക്കൗണ്ട് റിസീവബിൾ, എൻഡിങ് അക്കൗണ്ട് റിസീവബിൾ ഒക്കെ തന്നിട്ടുണ്ട്. അത് യൂസ് ചെയ്തിട്ട് അക്കൗണ്ട്സ് ക്രെഡിറ്റ് സെയിൽസ് തന്നിട്ടുണ്ട്. അക്കൗണ്ട് റിസീവബിൾ ടേൺ ഓവർ റേഷ്യോ, അക്കൗണ്ട് റിസീവബിൾ ഡേയ്സും കണ്ടുപിടിക്കാൻ പറ്റും. ഇൻവെന്ററി ഡേയ്സ്, ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ, ആവറേജ് ഇൻവെന്ററി, ഇത് മൂന്നിനും ഓക്കെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് തന്നിട്ടുണ്ട്. പക്ഷേ ബിഗിനിങ് ഇൻവെന്ററി എൻഡിങ് ഇൻവെന്ററി ഒന്നും ഇതിൽ തന്നിട്ടില്ലല്ലോ. അപ്പൊ അത് എവിടുന്ന് കിട്ടുക? ഓക്കെ, അതില്ലെങ്കിലും നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ കണ്ടുപിടിക്കണം. ഇതാണ് ഈ ക്വസ്റ്റ്യനിലെ ലിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, കണക്ട് ചെയ്ത് ചെയ്താൽ മതി. ഓപ്പറേറ്റിംഗ് സൈക്കിളിലേക്കും ക്യാഷ് സൈക്കിളിലേക്കും ഒക്കെ ഒന്ന് പോവാം. അതിന്റെ ഉള്ളിൽ എന്താ ഉള്ളത് അങ്ങനെയൊക്കെ നോക്കിയിട്ട് എന്ത് പർച്ചേസ് ചെയ്യാം. മൈനസ് സെയിൽസ്, എങ്ങനെ പർച്ചേസ് മൈനസ് സെയിൽസ്? ഇൻവെന്ററി. അങ്ങനെ പറ്റില്ല. ആവറേജ് ഇൻവെന്ററി, നമുക്ക് ഇൻവെന്ററി ഡേയ്സ്, ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ കോസ്റ്റ് ഓഫ് ഗുഡ്സ് കൊണ്ട് ഡിവൈഡ് ബൈ ആവറേജ് ഇൻവെന്ററി കിട്ടണം അല്ലേ. സോ ഈ ആവറേജ് ഇൻവെന്ററി അല്ലെങ്കിൽ അതാണ് ഈ ഒരു ഓർഡറിൽ നിങ്ങൾ പോയത്. ആദ്യം ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, ഈ സിക്സ്ത് ആദ്യം നിങ്ങൾക്ക് കിട്ടും. ആ സിക്സ്ത് ഈ ഫിഫ്ത്ത് വരെ കണ്ടുപിടിച്ചാൽ ആ ഡീറ്റെയിൽസ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആറാമത്തെ ഇൻവെന്ററി ഡേയ്സ് കണ്ടുപിടിക്കാൻ പറ്റും. ഈ സിക്സ്ത് കണ്ടുപിടിച്ചാൽ ആ ഇൻവെന്ററി ഡേയ്സ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ കണ്ടുപിടിക്കാൻ പറ്റും. അത് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ഇൻവെന്ററി ആവറേജ് ഇൻവെന്ററി കണ്ടുപിടിക്കും. ആ ഒരു ഓർഡറിൽ പോയാൽ. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി ഞാൻ പറഞ്ഞാൽ ആൻസറിലേക്ക് എത്തിപ്പോ. അതായത് ഞാൻ പറഞ്ഞത്. ഓക്കെ, ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? ഓക്കെ, സോ Yes, sir. ചെറിയൊരു ഹോംവർക്കാണ് ഇതേ ഉള്ളൂ. അപ്പോൾ നാളത്തെ ക്ലാസ്സിൽ കാണാം. നമുക്ക് നാളെ 8 PM പറ്റുകയാണെങ്കിൽ പ്രോഫിറ്റബിൾ റേഷ്യോസിന്റെ ടെക്സ്റ്റ് ഒന്ന് വായിച്ചിട്ട് വരാം. ഓക്കെ Yes, sir. ഓക്കെ ഓക്കെ, താങ്ക് യു. താങ്ക് യു. ഓക്കെ Okay, sir, thank Thank you. you, sir. ഓക്കെ.